എല്ലാവർക്കും നമസ്കാരം. ഗുഡ് ഈവനിങ് ഓൾ ആൻഡ് ഗുഡ് മോർണിംഗ് ടു ആൾ മൈ യൂട്യൂബ് വ്യൂവേഴ്സ്. ശുഭാപ്തി വിശ്വാസത്തോടും ശുഭചിന്തകളോടും കൂടിയുള്ള നല്ലൊരു ദിവസം നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് തുടങ്ങിയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു ഒരു അപ്ഡേറ്റ് കൂടിയുണ്ട്. യൂട്യൂബ് വീഡിയോ കാണുന്നവർക്ക് ഒരു ദിവസം 2 വീഡിയോസ് 3 വീഡിയോസ് ഒക്കെയാണ് ഇപ്പോൾ വരുന്നുള്ളത് കേട്ടോ. നിങ്ങളുടെ സൂമുകാർക്ക് സൂമിൽ ഒരു ക്ലാസ്സേ ഉള്ളുവെങ്കിലും യൂട്യൂബിൽ 3 ഉണ്ട്. കാരണം ഒന്ന് നമ്മുടെ സമ്പത്തിനെ പറ്റി മാത്രമുള്ള ഒരു 30 ഡേയ്സ് ചലഞ്ച് ഉണ്ട്. ഞങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും അല്ലെ? സമ്പത്തിന്റെ കാര്യം മാത്രം പറയുന്ന 30 ഡേയ്സ് ചലഞ്ച് അവിടെ നടക്കുന്നുണ്ട്. അതിൽ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്ക് ആ 30 ദിവസം അത് കണ്ടിന്യൂ ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതാരും മറക്കരുത്. നിങ്ങളുടെ സപ്പോർട്ടും നിങ്ങളുടെ ഇതുണ്ടെങ്കിൽ മാത്രമേ യൂട്യൂബിൽ അത് സക്സസ് ആവുള്ളൂ. നമ്മൾ ലൈവ് ക്ലാസ് അല്ലത്. അതുപോലെ തന്നെ ആശാലക്ഷ്മിയും അതുപോലെ തന്നെ സന്തോഷത്തെ പറ്റിയിട്ട് ഒരു 30 ദിവസത്തെ ചലഞ്ച്, 30 ദിവസം ഞങ്ങൾ ആക്ച്വലി 101 ഡേയ്സ് ചലഞ്ചാണ്. 101 ദിവസത്തെ കണ്ടിന്യൂസ്, ഒരു ദിവസം പോലും ബ്രേക്ക് ഇല്ലാതെ ക്ലാസ് എടുക്കും എന്നുള്ള ഒരു ചലഞ്ചാണ് ഞാനും ആശാലക്ഷ്മിയും ചെയ്തിരിക്കുന്നത്. അതുപോലെ ശ്രീലേഖ ദിനേശും സെയിം ചെയ്യുന്നുണ്ട്. അവിടെ ചെയ്യുന്നത് മറ്റേ HR മാസ്റ്ററി ഹബ്ബ് എന്ന് പറയുന്ന ആൾക്കാർക്ക് ഇംഗ്ലീഷ്, സ്പോക്കൺ ഇംഗ്ലീഷും അതുപോലെ തന്നെ നമ്മുടെ HR ജോബുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ട്രെയിനിങ് ആണ് ആ ചാനലിൽ ചെയ്യുന്നത്. ഞാൻ പറയാൻ മറന്നുപോകും പലപ്പോഴും. നമുക്ക് അങ്ങനൊരു വിങ് കൂടി ഉണ്ട്. എൻ്റെ വൈഫ് HR എക്സ്പേർട്ട് ആണ്. കുറെ 10-20 വർഷങ്ങളായിട്ട് HR മേഖലയിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. ഇപ്പോൾ HR മാനേജറായിട്ട് പല കമ്പനികളുടെയും കാര്യങ്ങൾ ചെയ്യുന്നതാണ്. അപ്പൊ അതില് വളരെ എക്സ്പേർട്ട് ആണ് ആള്. അപ്പൊ അതുകൊണ്ട് ജോലി സംബന്ധമായ കാര്യങ്ങൾ യു എയിലും ഇന്ത്യയിലും ഒക്കെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒരു ജോലി എങ്ങനെയാണ് ആവുക, എങ്ങനെ എന്തൊക്കെ സ്കിൽസുകൾ ഡെവലപ്പ് ചെയ്യണം എന്നൊക്കെ വളരെ നന്നായിട്ട് അറിയുന്ന, അതുകൊണ്ട് ഒരു ചാനൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട്, പക്ഷെ ലൈവ് ക്ലാസ്സുകൾ എടുക്കാറില്ല. കാരണം അവരുടെ സമയം പരിമിതികൾ ഉള്ളതുകൊണ്ട് ലൈവ് ക്ലാസ് ഇപ്പൊ നമ്മൾ വീട്ടിലാകുമ്പോൾ ഞാൻ രണ്ടുപേരും ഒന്നിച്ചിട്ട് ലൈവ് ക്ലാസ് എടുക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ലൈവ് ക്ലാസ് എടുക്കുന്നില്ല എന്നേ ഉള്ളൂ. പക്ഷെ സപ്പോർട്ടിംഗ് ക്ലാസ്സുകൾ ആൾക്കാർക്ക് കോച്ചിങ് ആവശ്യമുള്ളവർക്കൊക്കെ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് ആൾക്കാർക്ക്. സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അത് നടക്കുന്നുണ്ട്. നിങ്ങൾ ഇടക്ക് അതിൽ വരുന്നുണ്ടാവും, നമ്മുടെ ചാനലിൽ അതിന്റെ ലിങ്ക് വരുന്നുണ്ടാവും, ഒന്ന് കാണണം. നിങ്ങൾക്ക് നല്ല ഗുണകരമായിട്ട് ഒരുപാട് ദിവസവും വീഡിയോ വരുന്നുണ്ട് ഇപ്പോൾ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട്. അതൊന്ന് കാണുക. അതുപോലെ തന്നെ നമ്മൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അതും ഡെയിലി ക്ലാസ്സുകളുണ്ട്. ബിസിനസ് മസ്റ്ററി ഹബിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടി, ബിസിനസ് പഠിക്കാനുള്ളവർക്ക് വേണ്ടി, അത് ഇനിയിപ്പോൾ കുറെ കാര്യങ്ങൾ ക്ലാസ്സുകൾ, ചിലപ്പോൾ ഇവിടുത്തെ ക്ലാസ്സുകളൊക്കെ ചിലപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇനി വന്നെന്ന് വരാം. കാരണം എനിക്ക് സമയം അഡ്ജസ്റ്റ് ചെയ്യണമല്ലോ. ആ ക്ലാസ്സും കൂടി ഡെയിലി അവിടെ വരുന്നുണ്ട്. അത് 2 പോഡ്കാസ്റ്റ് ആയിട്ടാണ് വരുന്നുള്ളത്. അപ്പോൾ ബിസിനസ്സുമായി താല്പര്യമുള്ളവരെല്ലാം ആ ചാനൽ ഒന്ന് കാണുക, സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഞാൻ ഇതുവരെ നമ്മുടെ യൂട്യൂബ് ഇതില്, നമ്മുടെ വാട്സപ്പ് കമ്മ്യൂണിറ്റിയിൽ അത് ഇടുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് അതൊക്കെ നിർബന്ധമായിട്ട് ഉണ്ടാവണം. എങ്കിൽ മാത്രമേ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റൂ, കൂടുതൽ ആൾക്കാരിൽ എത്താൻ പറ്റുള്ളൂ. ഇതൊക്കെ വളരെ ഫ്രീ ആയിട്ട് ചെയ്യുന്ന ക്ലാസ്സുകളാണ്. യൂട്യൂബിൽ അത് മോണിറ്റൈസേഷൻ ഒന്നും ആയിട്ടില്ല, ഇപ്പൊ തുടങ്ങിയത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ HR മാസ്റ്ററി ഹബും ബിസിനസ് മാസ്റ്ററി ഹബും മോണിറ്റൈസേഷൻ ആയിട്ടില്ല. അതുകൊണ്ട് വരുമാനമൊന്നും കിട്ടില്ല നമുക്ക്. നമ്മൾ ഇത് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. എനിക്ക് വരാൻ പറ്റില്ല, ആണെന്ന് ശരിയാക്കും. അപ്പോ ചാനലിന്റെ പേര് ഞാൻ ഇതിലിട്ടേക്കാം. ഒന്ന് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട ചാനലിന്റെ പേര് ബിസിനസ് മാസ്റ്ററി ഹബ്ബ് എന്നാണ്. ജോലിയുമായി ബന്ധപ്പെട്ടും സ്പോക്കൺ ഇംഗ്ലീഷുമായി ബന്ധപ്പെട്ട ചാനലിന്റെ പേര് HR മാസ്റ്ററി ഹബ്ബ് എന്നാണ്. HR മാസ്റ്ററി ഹബ്ബ് രണ്ടും ലിങ്ക് വരുന്നുണ്ടാവും. ഗ്രൂപ്പിൽ നിന്ന് ശ്രദ്ധിച്ചാൽ മതി. എല്ലാത്തിനും ലിങ്ക് ഇടുന്നുണ്ട്. എല്ലാ ദിവസവും ക്ലാസ് ഉണ്ട്. അതുപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലുള്ളവർക്കുള്ള സന്തോഷ വാർത്ത, മിഡിൽ ഈസ്റ്റുകാർക്ക് വേണ്ടി മാത്രമായിട്ട് എല്ലാ ദിവസവും ക്ലാസ്സുകൾ ഇനി സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിൽ എല്ലാവർക്കും വേണ്ടി. കാരണം നമ്മുടെ സമയം വ്യത്യാസമാണ്, ഇവിടുത്തെ ജീവിത സാഹചര്യം വ്യത്യാസമാണ്, ഇവിടെ വേണ്ട അഡ്വൈസുകൾ വ്യത്യാസമാണ്. അതുകൊണ്ട് അവർക്കും ക്ലാസ്സുകൾ. അപ്പൊ ഇങ്ങനെ ഞാൻ ഫുള്ളി പാക്കഡ് ആണ്, ഫുള്ളി ഓരോ കാര്യങ്ങളിലും ബിസിയാണ്. ഇപ്പൊ ഓഫീസിൽ നിന്ന് വന്ന് കയറിയപ്പോഴാണ് ഇവിടെ വന്നിരുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ഇതിനൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ട, ഞാൻ പറയുന്ന, നിങ്ങൾ അങ്ങനെ ധൃതി കൂട്ടുന്ന, നിങ്ങൾക്ക് വേണ്ട മേഖല ഏതാണോ അതിൽ ഫോക്കസ് ചെയ്യുക. എന്നിട്ട് അതിലേക്ക് പഠിക്കുക. എല്ലാം ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബിസിനസ് ചെയ്യുന്നവർക്ക് ബിസിനസ്സിലായിട്ട് മാത്രം ഫോക്കസ് ചെയ്യുക. മറ്റൊന്നിലേക്ക് ശ്രദ്ധിക്കണം. നിങ്ങൾ ബിസിനസ്സിന് മാത്രം ഫോക്കസ് ചെയ്യും, മറ്റെല്ലാം നടക്കും. പിന്നെ നിർത്താൻ പറ്റില്ല. അപ്പോ ഇതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഓരോ ക്ലാസ്സുകളെ പറ്റി ഞാൻ പറയേണ്ട ആവശ്യമില്ല. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാനുള്ള കാര്യം, നിങ്ങൾക്ക് എല്ലാവർക്കും ഉള്ള ഒരു ഹാപ്പി ന്യൂസ് ഒന്നുകൂടി. നമ്മുടെ കോഴിക്കോട് വീണ്ടും വരുന്നു. ഔദ്യോഗികമായിട്ട് ഇന്നാണ് നിങ്ങളോട് പറയുന്നത്. ബാക്കി പോസ്റ്റ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുന്ന വരുന്നു. ഓണാഘോഷവും നമ്മുടെ
മീറ്റപ്പുമാണ്. മീറ്റപ്പും ഓണാഘോഷം, മീറ്റപ്പ് നല്ല ക്ലാസ് കൊണ്ട് മീറ്റപ്പ് ഓണാഘോഷം ഓണസദ്യയൊക്കെ ആയിരിക്കും നമ്മൾ ചെയ്യുന്നത്. ആദ്യമായിട്ട് നമുക്ക് എല്ലാവർക്കും ഹാപ്പിനെസ് മാസ്റ്ററിയുടെ കൂടെ ഇരുന്നുകൊണ്ട് എന്റെ കൂടെ നമ്മൾ ഒന്നിച്ചിരുന്നുകൊണ്ട് ഓണാഘോഷം ഒന്ന് സെലിബ്രേറ്റ് ഒരു ഓണസദ്യയൊക്കെ കഴിക്കാം കേട്ടോ. നന്നായി പറഞ്ഞിട്ടുണ്ട്. അവിടെ നല്ല ഓണസദ്യ കിട്ടുന്ന റെസ്റ്റോറന്റ് ഏതാണോ അതിൽ നോക്കിയിട്ട് നമ്മൾ എടുക്കും. ഓണസദ്യയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അവിടെ സന്തോഷത്തോടു കൂടി നമുക്ക് ഇരുന്ന് ഏതാ എല്ലാവരും അതൊക്കെ സാരിയും ബ്ലൗസൊക്കെ എടുത്തു വെച്ചോളൂ, മുണ്ടും കുപ്പായൊക്കെ തുന്നിച്ചു വെച്ചോളൂ, ഓണത്തിന് കൊടുക്കണ്ടേ. അതുകൊണ്ട് നമുക്ക് ഓഗസ്റ്റ് 17 ഓണം നമുക്ക് അവിടെ ആഘോഷിക്കാം അല്ലേ. ഓണം എത്രാം തീയതിയാണ് ശരിക്കും വരുന്നത്? അത് എന്തും ദിവസമായിട്ട് നമുക്ക് ഓണം ആഘോഷിക്കാം, കുഴപ്പമില്ല. ഹാപ്പിനെസ് മസ്റ്റ് ഓണം ആഘോഷിക്കാം. അപ്പൊ എല്ലാവരും റെഡി ആവുക, കുടുംബത്തോടെ എല്ലാവരും വരിക. നമുക്ക് എന്തെങ്കിലുമൊക്കെ വീണ്ടും പറഞ്ഞും അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞ പോലെയൊക്കെ കാര്യങ്ങൾ എടുക്കാം. ട്രഡീഷണൽ ആയിട്ടുള്ള അതെ, ട്രഡീഷണൽ ഓണം ആഘോഷം എങ്ങനെയാ, ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ടിട്ട് വരിക. യെസ്, താങ്ക് യു. കോട്ടയൊക്കെ വരണം എന്ന് ആഗ്രഹമുണ്ട് ബീന. നോക്കാം. ഇപ്പൊ നമ്മൾ കോട്ടയത്ത് അങ്ങനെ നമ്മൾ ക്ലാസ് വെക്കുന്ന കാര്യത്തിൽ നമ്മൾ എടുത്തിരിക്കുന്ന തീരുമാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി 3 സ്ഥലങ്ങളിൽ മാത്രമേ ക്ലാസ് ആയിട്ട് വെക്കാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കൊച്ചി, കോഴിക്കോട്, തൃശ്ശൂർ, ഇങ്ങനെ മാറി 3 സ്ഥലങ്ങളിൽ മാത്രമേ വരുള്ളൂ. മറ്റു സ്ഥലങ്ങളിലൊന്നും നമുക്ക് പോസിബിൾ അല്ല. അത് കാരണം എക്കണോമിക്കൽ അല്ല. നമ്മൾ ഇത്രയും ആൾക്കാർ വന്ന് അത്രയും എക്സ്പെൻസ് ഹോട്ടലിൽ കൊടുത്തിട്ട് നമ്മൾ അത്രയും പൈസ വാങ്ങിക്കുന്നുള്ളൂ. 5000-6000 രൂപയിൽ നമ്മൾ വാങ്ങിക്കുന്നു. അപ്പോൾ ഹോട്ടലിൽ ചിലപ്പോൾ എന്റെ ട്രാൻസ്പോർട്ടേഷൻ, ഞാൻ ഇവിടുന്ന് വരുന്ന ഫ്ലൈറ്റ് ടിക്കറ്റ് ആകുമ്പോൾ വലിയ മുതലാവുന്നില്ല. വലിയ എക്കണോമിക്കലി അല്ല. ടാക്സ് ഒക്കെ പേ ചെയ്ത് വരുമ്പോൾ നമുക്കൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ചെറിയ ചെറിയ ഓരോ സ്ഥലങ്ങളിൽ വന്നിട്ടാകുമ്പോൾ, കോട്ടയത്തൊക്കെ വന്നാലും നമുക്ക് ഒരുപാട് ആൾക്കാരെ 100, 150, 200 ആൾക്കാരെ നമുക്ക് ബി ഫ്രാങ്ക് വിത്ത് യു 100, 150 ആൾക്കാരെ വെച്ചിട്ട് ക്ലാസ് എടുക്കാൻ പറ്റില്ല അവിടെ. ഇത്രയൊന്നും ആൾക്കാരൊന്നും കോട്ടയത്ത് നമുക്ക് വരില്ല. അപ്പൊ അതുകൊണ്ട് അതൊന്നും പിന്നെ ഏതെങ്കിലുമൊക്കെ അതുപോലെ ഞാൻ നാട്ടിൽ വരുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ കമ്മ്യൂണിറ്റികളൊക്കെ വിളിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സ്ഥാപനങ്ങളൊക്കെ വിളിക്കുകയാണെങ്കിൽ വരുന്നതല്ലാണ്ട് നമ്മളായിട്ട് പ്രോഗ്രാം ഓർഗനൈസ് ചെയ്ത് വരാൻ പോസിബിൾ അല്ല. കാരണം ഇവിടുന്ന് ഞാൻ അതിനു വേണ്ടി വരുമ്പോൾ നമുക്ക് 2 ലക്ഷം രൂപയോളം ഫ്ലൈറ്റ് ടിക്കറ്റിന് പോകും ചില സമയത്ത്. അപ്പൊ അത് വളരെ പറയുമ്പോൾ എല്ലാം നമ്മൾ ഓപ്പൺ ആയിട്ട് അയക്കണം, വെറുതെ ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ സന്തോഷത്തോടു കൂടി നമുക്ക് ഇത് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലേ. ഇത്രയും പറയാൻ മറന്നിട്ടില്ലല്ലോ, ഞാൻ മറന്നുപോയോ പ്രസീദേ? ഇല്ലല്ലോ. അപ്പൊ നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പിന്നെ ഇവിടെ ഉള്ള കാര്യങ്ങൾ എല്ലാം ഓപ്പൺ ആണല്ലോ. നിങ്ങൾ അറിയാത്ത കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയാനില്ല. എല്ലാം അപ്ഡേറ്റ് നിങ്ങൾ അറിയുന്നുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ എന്റെ കൂടെ ഉള്ളവരാണ്. നമുക്ക് പ്രത്യേകിച്ച് നിങ്ങളോട് സസ്പെൻസ് വെക്കാനോ സർപ്രൈസ് വെക്കാനോ ഒന്നും ഇല്ലല്ലോ. എല്ലാം വളരെ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള നിങ്ങൾ തീരുമാനിക്കുന്നു, നിങ്ങൾ ഉണ്ടാകുന്നു, അതാണ്. പിന്നെ ക്ലാസിന്റെ കാര്യം ഒബിയസ്ലി ആയിട്ട് നിങ്ങളോട് എല്ലാവരും പറയണം. നോക്കൂ, ഞാൻ എല്ലാ ദിവസവും ഫ്രീ സെഷൻസ്, ഇപ്പോൾ ഇല്ല, ആഴ്ചയിൽ 4 ദിവസവും ഫ്രീ സെഷൻ എടുക്കുന്നു. എന്നാലും എല്ലാ ദിവസവും ഓൾമോസ്റ്റ് ദിവസവും ഫ്രീ സെഷനും യൂട്യൂബ് സെഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കൃത്യമായി വേണ്ട സാധനങ്ങള് ലോ ഓഫ് അട്രാക്ഷൻ, ജേർണി ടു ഹാപ്പിനെസ്, മണി മാനിഫെസ്റ്റേഷൻ, അതുപോലെ തന്നെ നമ്മുടെ ഹിപ്നോസിസ് ലോ ഓഫ് അട്രാക്ഷൻ, ഇനി വരുന്നുണ്ട് ബിസിനസ്സുകാർക്ക് വേണ്ടി വരുന്നുണ്ട് ബിസിനസ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞിട്ട് പ്രത്യേകം ബിസിനസിന് വേണ്ടി മാത്രം വരുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇത്തരം മെഡിറ്റേഷൻസ് കിടക്കുക നിങ്ങൾക്കറിയാം. അപ്പൊ ലോ ഓഫ് അട്രാക്ഷന്റെ വീണ്ടും പല ആൾക്കാരുടെ റിക്വസ്റ്റ് അനുസരിച്ച് ഞാൻ ഇതിന് വീണ്ടും ഒരു ഓഫർ ഇട്ടിട്ടുണ്ട്. നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ അറിയാലോ, 5000 റുപ്പീസ് ആണ് നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ വാങ്ങിച്ചുകൊണ്ടുള്ളത്. അത് ഇപ്പോഴത്തെ സംബന്ധിച്ച് കേരളത്തിൽ ഏറ്റവും കുറവാണ്. നമ്മൾ ഇത്രയും നല്ല സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള കോഴ്സിനകത്ത്, ഇത്രയും വളരെ വിശദമായ കോഴ്സിനകത്ത് 5000 വളരെ കുറവാണ്. ഏറ്റവും കുറഞ്ഞ ഫീസ് റേറ്റ് ആണ് 5000. പക്ഷെ ഞാൻ ഇതിന് നമുക്ക് വളരെ 55.56% ഇട്ടിട്ടുള്ള ഒരു മാജിക്കൽ നമ്പർ നിങ്ങൾക്ക് ഓഫറായിട്ട് തന്നിട്ടുണ്ട്. എനിക്കൊന്ന് ഇന്നോ നാളെയും കൂടി, ഇന്ന് 14 അല്ലെ 15, നാളെ തീരുവ ഓഫർ, ഒരു ദിവസം കൂടി ഉള്ളൂ. അത് മാക്സിമം നിങ്ങൾ ഉപയോഗിക്കണം. ചെറിയൊരു എമൗണ്ട് മാത്രമേ വരുന്നു, 2222 റുപ്പീസ് അല്ലേ വരുന്നുള്ളൂ. അത് എടുക്കാൻ നിങ്ങൾക്ക് നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഭാഗവുമായി മാറും. അപ്പൊ അതുകൊണ്ട് കോഴ്സ് എടുക്കാത്തവർ എടുത്ത് പ്രാക്ടീസ് ചെയ്ത് അവരവരുടെ ജീവിതത്തിലെ വൈബ്രേഷനുകൾ ഉയർത്താൻ തയ്യാറാവണം. അപ്പൊ അതാണ് ഇന്നത്തെ ക്ലാസ്, വൈബ്രേഷൻ എന്നതിനെ പറ്റിയിട്ട്. എങ്ങനെയാണ് വൈബ്രേഷൻ ഉയർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ സമ്പത്ത് മാറുന്നത് എന്ന് വളരെ വിശദമായി നമുക്കൊന്ന് പഠിക്കാം. കാരണം നിങ്ങൾക്ക് ഒരു ഉദാഹരണമായിട്ട് ഞാൻ പറയാൻ പോകുന്ന കാര്യം വെച്ചാല്, എങ്ങനെയാണ് നമ്മൾ ഹാപ്പിനെസ്സിലേക്ക് എത്തുന്നത്, നമ്മുടെ വൈബ്രേഷൻ മാറ്റുന്നതിലൂടെ എന്നുള്ള ഏറ്റവും എളുപ്പമായിട്ട് പറയാനുള്ള വെച്ചാൽ, കഴിഞ്ഞ 69-70 ദിവസമായിട്ട് മിറാക്കിൾ മോർണിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഒരു പരിപാടി ഉണ്ടായിരുന്നു അല്ലെ. മിറാക്കിൾ മോർണിംഗ്, ഒരുപാട് ആൾക്കാർ, 100-150 ആൾക്കാർ പങ്കെടുക്കുന്ന രാവിലെ 5 മണിക്കുള്ള പരിപാടിയാണ് മിറാക്കിൾ മോർണിംഗ്. അതിനുശേഷം നമ്മൾ ഒറ്റ തവണ മാത്രമേ ആൾക്കാരിൽ ചേർത്തിട്ടുള്ളൂ. അതിനുശേഷം വേറെ ആരും അതിനകത്ത് ചേർത്തിട്ടില്ല, ബിറ്റ്വീനിൽ ആരും ചേർക്കാറില്ല. വെറും 555 റുപ്പീസ് കൊടുത്തിട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്ത ആൾക്കാരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ നോക്ക്. ശരിക്കും പ്രാക്ടീസ് ചെയ്ത ആൾക്കാരുടെ ഇപ്പോഴത്തെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും നോക്കിയേ.
അവർക്ക് എത്രത്തോളം വൈബ്രേഷൻ ഉയർന്നിട്ടുണ്ട്. നമ്മൾ സേവേഴ്സ് എന്ന് പറയുന്ന ഒറ്റ ഒരു പോയിന്റിലൂടെ കടന്നു പോകുമ്പോൾ, അതിലൂടെ കടന്നു പോയപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റത്തെ ഒന്ന് എടുത്തു നോക്കുക. ഇന്നലെ കഴിഞ്ഞ ഞായറാഴ്ച നമ്മൾ ഒരു സ്പെഷ്യൽ സെഷൻ വെച്ചപ്പോൾ ആൾക്കാർ സന്തോഷം കൊണ്ട് കരച്ചിലാണ് വന്നത് എല്ലാവരും, അല്ലേ? നിങ്ങൾ എല്ലാവരും കണ്ടിരുന്നു. സാരിയൊക്കെ ഉടുത്ത് വന്നിരുന്ന് നല്ല സുന്ദരന്മാരുമായി വന്നിരുന്ന് ആ സന്തോഷം ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ കരയാണ്. മുമ്പേ അതിൽ വരുന്നതിന് മുമ്പേ എന്തായിരുന്നു? സങ്കടം പറഞ്ഞുകൊണ്ടൊരു കരച്ചിലായിരുന്നു. സങ്കടത്തെ പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്ന ആൾക്കാര് വെറും അവരവരെ പ്രാക്ടീസ്, ഞാൻ പറഞ്ഞു കൊടുത്ത ടെക്നിക്ക് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്തപ്പോൾ സന്തോഷം കൊണ്ട് ജീവിതം മൊത്തം മാറി സന്തോഷം കൊണ്ട് കരയുന്ന അവസ്ഥ നമ്മൾ കണ്ടു. എല്ലാവർക്കും നിങ്ങളോടിപ്പോ ഞാൻ പറയുന്നത്, നിങ്ങളല്ലെങ്കിൽ ആണല്ലോ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം അനുഭവം ഉണ്ടായത്. ഞാനിപ്പോ ഇതെല്ലാം ഓരോ ആളെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയിട്ട് നമുക്ക് സമയം തികയില്ല. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയുന്നത്, ഞാനല്ല പറയുന്നത്. നിങ്ങളിലാണ് മാറ്റം ഉണ്ടായത്. നിങ്ങൾ എന്നോട് പറഞ്ഞതാണ് ഞാൻ പറയുന്നത്, അത്രേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങൾ എന്ത് പറഞ്ഞു അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തെ വൈബ്രേഷൻ മാറ്റുന്നതിലൂടെ നമ്മൾ വലിയ മാറ്റം. ഇപ്പൊ ഇന്നലെ നമ്മൾ സെൽഫിലോ ഓപ്പൺ അപ്നോ മെഡിറ്റേഷൻ ചെയ്തു. എന്തായിരുന്നു അവസ്ഥ? പലരുടെയും ജീവിതം തന്നെ ഇന്നലെ വന്ന രാത്രി അതിനുശേഷം വന്ന മെസ്സേജുകൾ കാണണമായിരുന്നു. നിങ്ങൾക്കെല്ലാം അനുഭവിച്ചല്ലേ? ഇതാണ് വൈബ്രേഷൻ ഉയരുക എന്ന് പറയുന്നത്. വൈബ്രേഷൻ മാറുന്നതിലൂടെ എന്താണ് ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഇന്നലത്തെ പരിപാടിയിൽ വെച്ച് കണ്ടു. അവിടെ ഉണ്ട് രണ്ട് പീസ് അവിടെ എടുത്ത്. അത് വളരെ സത്യസന്ധമായി ഇന്ന് വിശകലനം ചെയ്തു നോക്കണം എന്നുള്ളതാണ്. അപ്പൊ ഇന്ന് പറയാൻ പോകുന്ന കാര്യം മറ്റൊന്നുമല്ല. ഇവിടെ ചെറിയ വർക്കിന് ആളുണ്ട്, അതുകൊണ്ടാണ് ഈ ഇടയിൽ ഡിസ്ട്രാക്ഷൻ നടക്കുന്നത് കേട്ടോ. കാരണം ഒന്ന് രണ്ട് ചെറിയ സെറ്റപ്പുകൾ ചെയ്തോണ്ട്. അപ്പോ നമുക്ക് കിടക്കാം. ഇന്ന് ക്ലാസ്സിൽ കിടക്കാം. എല്ലാം റെഡി അല്ലേ? റെഡി ടൈപ്പ് ചെയ്യൂ. റെഡി. അപ്പോഴേ പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തു. കോഴിക്കോട് പ്രോഗ്രാമിന് അവസാന നിമിഷം നിങ്ങളുടെ ബുക്ക് ചെയ്യാന്ന് കരുതി കഴിഞ്ഞാൽ സീറ്റ് കിട്ടില്ല. കാരണം ഇപ്രാവശ്യം അവിടെ നമുക്ക് എടുക്കാവുന്ന ആൾക്കാരുടെ വളരെ വളരെ കുറവാണ്. കാരണം അത്ര വലിയ ഹോട്ടൽസ് ഒന്നും ഇവിടെ ഇല്ല, കോഴിക്കോടില്ല. അതുകൊണ്ട് ഇപ്പൊ തന്നെ ഏകദേശം പകുതി 50% ബുക്കിംഗ് കഴിഞ്ഞു. ഇനി 2 വിഷയങ്ങളുണ്ട്. നിങ്ങൾ ലേറ്റ് ആയത്ര നിങ്ങൾ പിറകിലോട്ട് പോകും. കഴിഞ്ഞ പ്രാവശ്യം കണ്ടല്ലോ, പലരും പിറകിലായപ്പോൾ ഞാൻ പറയുന്ന നേരെ കേൾക്കില്ല, എന്നെ അടുത്ത് കിട്ടില്ല എന്നുള്ള വിഷയം വരുന്നുണ്ട്. ക്ലാസ് എടുക്കുക. അതുകൊണ്ട് ലാസ്റ്റ് നിമിഷത്തിലേക്ക് ബുക്ക് ചെയ്യാമെന്ന് കരുതിയിട്ട് നിങ്ങൾ നിൽക്കരുത്, മുമ്പേ ബുക്ക് ചെയ്യണം. എനിക്ക് പകുതിയിലധികം ഇപ്പൊ തന്നെ ബുക്കിംഗ് കഴിഞ്ഞു. ഇനി 10 ദിവസം, മാക്സിമം 4-5 ദിവസം കൊണ്ട് നമ്മൾ ക്ലോസ് ചെയ്യും. ഇപ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ലാസ്റ്റ് വരെ ഒരു ചാൻസും ഇല്ല. കാരണം കഴിഞ്ഞ പ്രാവശ്യം കൊച്ചിയിൽ ഹാള് വളരെ വലുതായിരുന്നു. അതുകൊണ്ട് നമുക്ക് പിന്നെയും ആൾക്കാരെ അക്കോമഡേറ്റ് ചെയ്യാൻ അവരോട് പറഞ്ഞ് ചെയർ കൂട്ടായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ പറ്റില്ല. നമുക്ക് ചെയർ ഒന്നും എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലമല്ല, ഒരാൾക്ക് പോലും കൂടുതൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുന്ന സ്ഥലം. പിന്നെ അതുകൂടാതെ കൊണ്ട് ഓണസദ്യയാണ്. ഓണസദ്യ കഴിക്കുമ്പോൾ മറ്റേ പോലെ ബഫേ അല്ല, എടുത്ത് കഴിക്കുന്നതല്ല, ഇരുന്ന് വിശദമായി കഴിക്കേണ്ടതുകൊണ്ട് ഒട്ടും ആളെ കൂട്ടാനുള്ള ഒരു വഴിയും ഉണ്ടാവില്ല. അതുകൊണ്ട് ബുക്ക് ചെയ്തോളാം, ഇപ്പൊ തന്നെ ബുക്ക് ചെയ്തോളാം. ഒരു രീതിയിലും മറക്കരുത്. ലാസ്റ്റ് നിമിഷത്തിൽ വന്ന് കയറാം എന്ന് കരുതിയാൽ ഇപ്രാവശ്യം സോറി. പിന്നെ കരഞ്ഞിട്ട് കാര്യമില്ല. സാറേ എനിക്കും വേണം. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ സംഭവിച്ചു. ലാസ്റ്റ് വന്നിട്ട് പറഞ്ഞു, സാറേ ഒരു സീറ്റ് കിട്ടുമെന്നും നമ്മൾ എന്നിട്ട് പിന്നെ ചെയ്തു. അങ്ങനെ ആവരുത് ഇത്തവണ കേട്ടോ, ദയവ് ചെയ്ത് ആവരുത്. ലാസ്റ്റ് നിമിഷം എന്നിട്ട് അവസാനം പുറത്ത് വന്ന് നിന്നിട്ട് ഒരു സീറ്റ് തരുമോ എന്നിട്ട് നമ്മൾ പുറത്തുനിന്ന് ചെയർ ഹോട്ടലുകാരോട് റിക്വസ്റ്റ് ചെയ്തിട്ട് ചെയർ കൊണ്ടുവന്ന് വെച്ചിട്ട് ആളെ കെട്ടേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അത്തരം അവസ്ഥ ഇപ്രാവശ്യം ആക്കരുത് കേട്ടോ. എന്നെ അങ്ങനെ കഷ്ടപ്പെടുത്താൻ നിങ്ങൾക്ക് ആഗ്രഹമില്ലല്ലോ. അതുകൊണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ ബുക്ക് ചെയ്ത്. കാരണം നമ്മൾ പിന്നെ എന്താ സംഭവിക്കാന്നറിയോ? ഞാൻ ഈ ക്ലാസ്സിൽ എടുക്കുന്നിടത്തൊക്കെ ഇവരോട് ശ്രദ്ധിക്കാൻ വേണ്ടി വരും. ഇവരെന്താ പറയുന്നത്? സ്പെഷ്യൽ ഗിഫ്റ്റ് ഞാൻ വരുന്നതന്നെ. എന്നെക്കാളും വലിയ ഗിഫ്റ്റ് എന്താ നിഖില വേണ്ടത്? എന്നെക്കാളും വലിയ ഗിഫ്റ്റ് വേണോ? എങ്കിൽ ഓക്കെ, ഞാൻ വേണ്ടത് പറഞ്ഞോളൂ, ഞാൻ ഗിഫ്റ്റ് ആക്കി വരാം. ഉണ്ടാവും ഇപ്രാവശ്യം ഗിഫ്റ്റ് ഒക്കെ ഉണ്ടാവും. അതൊക്കെ സ്വാഭാവികമായിട്ടുണ്ടാവും. ഇനിയിപ്പോ നിങ്ങൾക്ക് വേണ്ടതെല്ലാം കിട്ടിയില്ലേ? നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താനുള്ള സാധനങ്ങളൊക്കെ ഞാൻ തരുന്നുണ്ട്. ഇനിയിപ്പോ തൽക്കാലത്തേക്ക് നിങ്ങൾക്ക് ഈ വൈബ്രേഷൻസുകൾ തോന്നി. ഇനി ഞാൻ കുറച്ച് ടെക്നിക്കൽ പറഞ്ഞുതരാം വൈബ്രേഷൻ ഉയർത്താനുള്ളതെന്നാണ്. ചില ടെക്നിക്കൽ പൊടിക്കൈകളൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ പിന്നെ അങ്ങനെ കുറെ സാധനങ്ങൾ നിങ്ങൾക്ക് കിട്ടിയോണ്ട് കുറേ കാര്യം കിട്ടിയോണ്ട് കാര്യമുണ്ട്. നമുക്ക് കിട്ടിയതൊന്ന് പ്രാക്ടീസ് ചെയ്തെടുക്കാം അല്ലെ? ഓക്കെ, അപ്പൊ നമുക്ക് ഇത്രയാണ് പറയാനുള്ളത്. ഒറ്റ കാര്യം, നിങ്ങൾ റെഡിയാണല്ലോ? നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്താൻ, അതായത് വൈബ്രേഷൻ ഉയർത്താൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? വൈബ്രേഷൻ ഉയർത്തി കഴിഞ്ഞാൽ നിലവിലുള്ള അവസ്ഥയിൽ നിന്നും മറ്റൊരവസ്ഥയിലേക്ക് ഉയരുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതാണ് വൈബ്രേഷൻ. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നമ്മൾ ജേർണി ടു ഹാപ്പിനെസ്സിൽ ഫണ്ടമെന്റൽ ആയിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ ഏതൊരു മാറ്റം എന്ന് വെച്ചാൽ, ഇപ്പൊ മണിയെ ബേസ് ചെയ്തിട്ട് എന്തിനാ പറയുന്നത് വെച്ചാല് എല്ലാവർക്കും അത് ബേസാണ്. എല്ലാവർക്കും ഇത് ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ്. ഇപ്പൊ ഞാൻ സ്നേഹത്തെ പറ്റി പറഞ്ഞ എത്ര പേര് ഇവിടെ ഇരിക്കും?
ദാമ്പത്യ അല്ലെ ബന്ധങ്ങളെ പറ്റി പറഞ്ഞ എത്ര പേര് ഇവിടെ ഇരിക്കും? ആരോഗ്യത്തെ പറ്റി പറഞ്ഞ എത്ര പേര് ഇവിടെ ഇരിക്കും? ഉണ്ടാവില്ല. പക്ഷെ മണിയെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്തുകൊണ്ടാണ്? മണി എല്ലാവർക്കും ബേസാണ്. മണി ഉണ്ടായാൽ എല്ലാം നമുക്ക് ഉയർത്താൻ പറ്റും എന്നതല്ല, മണി ഉണ്ടാവണമെങ്കിൽ എല്ലാം ഉയർത്തണം. അപ്പൊ എനിക്ക് മണി വെച്ച് പറഞ്ഞാൽ ബാക്കിയെല്ലാം ഉയർത്താലോ. അപ്പൊ ആരോഗ്യത്തെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ആരോഗ്യം ഉയർത്തി കഴിഞ്ഞാൽ എല്ലാം ഉയരണം, മണി ഉയരണമെന്നില്ല. ആരോഗ്യം മാത്രം ഉയർത്തിയാൽ. ബന്ധങ്ങൾ മാത്രം ഉയർത്തി കഴിഞ്ഞാൽ മണി ഉയരണമെന്നില്ല. സ്നേഹം മാത്രം ഉയർത്തി കഴിഞ്ഞാൽ മണി ഉയരണമെന്നില്ല. വിനോദം മാത്രം ഉയർത്തി കഴിഞ്ഞാൽ മണി ഉയരണമെന്നില്ല. പക്ഷെ മണി നമ്മൾ അല്ലെ 5 ഫണ്ടമെന്റൽ പറഞ്ഞ സാമ്പത്തികത്തിന് ഒന്നാമത് പറയുന്നത് സാമ്പത്തികം ഉയർത്തണമെങ്കിൽ ഇതെല്ലാം ഉയരണം. അപ്പൊ എനിക്കിത് വെച്ച് പറയുന്നതല്ല ഏറ്റവും എളുപ്പം. അതാണ് ഞാൻ ഈ പണത്തെ പറ്റി പറയുന്ന പ്രധാന കാര്യം. എന്റെ ആക്ച്വലി ഞാൻ നിങ്ങൾ കേൾക്കുമ്പോൾ തോന്നും പണത്തെ പറ്റി അല്ല ഞാൻ പറയുന്നത്. ഞാൻ പറയുന്നത് ഇതൊക്കെ കൂട്ടിയിട്ട് നമ്മുടെ ഇമോഷനെ കൂട്ടുമ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക് പണക്കാർ സമ്പന്നനായി മാറുന്നു എന്നാണ്. ഇപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഞാനൊരു ഉദാഹരണം പറയാം. പലപ്പോഴും പറയുന്ന കാര്യം തന്നെയാണ്. ഒരാൾക്ക് 25 കോടി രൂപയുടെ സമ്പത്തുണ്ട്. 25 crore റുപ്പീസിന്റെ സമ്പത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ പറയാ, അയാൾക്ക് ഫിക്സഡ് ഡെപ്പോസിറ്റ് ഉണ്ടെന്ന് കരുതിക്കും അല്ലെ. നിങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന സമ്പത്ത് തന്നെ ഫിക്സഡ് ഡെപ്പോസിറ്റിലല്ലേ. ഫിക്സഡ് ഡെപ്പോസിറ്റ് 25 കോടി രൂപയുണ്ട്. നിങ്ങൾക്ക് എല്ലാം ഒന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും. നിങ്ങളെല്ലാം നമ്മളെല്ലാം 25 കോടി രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ഒരു വിഷയം ഉണ്ട് അയാൾക്ക്. ഒന്നല്ല, 2 വിഷയമുണ്ട്. ഒന്ന്, ഹാർട്ട് ഇടക്കിടക്ക് നിന്ന് കളയും, ചെറുതായിട്ടൊന്ന് പണിമുടക്കി കളയും. പിന്നെ ഒന്ന്, ഷുഗറും വല്ലാണ്ട് കൂടുതലാണ്. ഈ 25 കോടി കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ അയാൾക്ക് ജീവിതത്തിൽ? ഉണ്ടാവില്ല അല്ലേ? അല്ലേ? ഉണ്ടാവും തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും? ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കെ. എല്ലാവർക്കും തോന്നുന്നുണ്ടോ ഉണ്ടാവുമെന്ന്? തോന്നുന്നുണ്ടോ? ഓക്കെ ആണോ നിങ്ങൾക്ക് എല്ലാവർക്കും? അങ്ങനെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും ഓക്കെയാണ്? അല്ലല്ലോ, അല്ലേ? നിങ്ങൾ എല്ലാവരും അംഗീകരിക്കുന്നത്. അപ്പൊ ഈ സാധനം ഇവിടെ ബാലൻസ് ചെയ്യണമല്ലോ. ആരോഗ്യം എന്ന് പറയുന്ന സാധനം ബാലൻസ് ചെയ്യണം. മനസ്സിലായാലും ഞാൻ കൂടുതൽ പറഞ്ഞതാക്കണ്ടല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം പറയാം. അത് ആ ആൾക്ക് 25 കോടി രൂപയുടെ സമ്പാദ്യം ഒക്കെ ഉണ്ട്. പക്ഷെ ഭാര്യയില്ല, കുട്ടികളില്ല, ബന്ധുക്കളില്ല, സമൂഹത്തിൽ ആരും നമ്മളായിട്ട് വലിയ കണക്ഷൻ ഇല്ല. ആർക്ക് കണ്ടാലും എല്ലാവരും അയാളെ എന്ന് പറഞ്ഞ് പുച്ഛിച്ച് തള്ളും. കാശ് കൊണ്ട് വല്ല കാര്യമുണ്ടോ? പറഞ്ഞു നോക്കട്ടെ. ഹോസ്പിറ്റലിൽ പോകാം അല്ലെ. ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ കാശുണ്ട്, പോയോണ്ട് മാത്രം കാര്യമില്ല, സുഖം അനുഭവിക്കാൻ പറ്റൂ. രണ്ടാമത്തെ കാര്യത്തില് ബന്ധങ്ങൾ, ആ ഒരു ബന്ധങ്ങളും ഇല്ലെങ്കിൽ ഈ കാശ് കൊണ്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. നല്ല ബന്ധങ്ങൾ വേണം അല്ലെ. മൂന്നാമത്തെ കാര്യം ഒക്കെ ഞാൻ പറയണ്ടല്ലോ. 25 കോടി രൂപയുണ്ട്, പക്ഷെ 10 പൈസ ഇറവാക്കൂല. 10 പൈസയുടെ ഒരു മിഠായി മേടിച്ച് കഴിക്കൂല. ഒരു എന്റർടൈൻമെന്റ്, ഒരു വിനോദവും ഇല്ല. 10 പൈസയുടെ വിനോദം ചെയ്യൂല. എന്ത് ചെയ്യും? കാര്യമുണ്ടാ? ഇല്ലല്ലേ. അപ്പോ അത് വളരെ കൃത്യമാണ്. ഒരു സിനിമയ്ക്ക് പോകില്ല. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞ, ഒരു സിനിമയ്ക്ക് പോലും പോകില്ല. അത് കേട്ടാ ഇവിടുന്ന് ഇപ്പൊ എന്നെ വടിയെടുക്കും. ഞാൻ സിനിമയ്ക്ക് പോകുന്നില്ല, 2 ആഴ്ചയായി സിനിമ, 2-3 ആഴ്ചയായി, ഒരു മാസത്തിലധികം സിനിമയ്ക്ക് പോകാൻ. ഞാൻ പോകട്ടോ. ഇവിടെ ഇപ്പൊ നോക്കുന്നുണ്ട് സിനിമയ്ക്ക് പോകാന്ന് പറയുമ്പോ, ഇത് പറയുമ്പോ നിങ്ങൾ ഇങ്ങനെയല്ലേ എന്ന് പറയുന്നുണ്ട്. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ പോവാത്ത. അപ്പോ അതും കാര്യമില്ല. അപ്പോഴോ ഇതെല്ലാം ഉണ്ടായ പണം മാത്രം ഉണ്ടായ കാര്യമില്ല, ഇതെല്ലാം വേണം. പക്ഷെ ഇതെല്ലാം ഉണ്ടായിട്ട് ആ പണം കിട്ടിയാലോ? ഇതെല്ലാം ഉണ്ടായിട്ട് ആ പണം കിട്ടിയാൽ സൂപ്പറായില്ലേ? ഇതിലേക്കാണ് നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഇതെല്ലാം ഉണ്ടായിട്ട് പണം ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്ന വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ടാക്കിയെടുക്കാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഇങ്ങനെ വൈബ്രേഷൻ ഫ്രീക്വൻസി ഉണ്ടാക്കാനുള്ള നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അതിന്റെ ഈ സൊല്യൂഷൻ മാത്രമാണ് ഹാപ്പിനെസ് മാസ്റ്റർ ചെയ്യുന്നത്. ഇവിടെ ചെയ്യുന്നത് സമ്പൂർണമായിട്ടുള്ള വൈബ്രേഷൻ ഫ്രീക്വൻസി. വൈബ്രേഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? ഇത് നമ്മൾ ഉയർന്നാൽ മാത്രമാണ് ഇതെല്ലാം സംജാതമാകുന്നത്. ഇല്ലെങ്കിൽ ഇത് ഒന്നൊന്നായിട്ട് കിടക്കും, അവിടെ ഇവിടെ കിടക്കും. അപ്പൊ അത്രയും ശ്രദ്ധിച്ചുകൊണ്ടാണ് ഇവൻ മനസ്സൊരു വിസ്മയം എന്ന് പറഞ്ഞ പുസ്തകം എഴുതിയതും, അതിനുശേഷം ജേർണി ടു ഹാപ്പിനെസ് കോഴ്സ് എടുക്കുന്നതും, അതിനുശേഷം ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ക്ലാസ് പഠിപ്പിക്കുന്നതും, ഈ വരുന്ന മെഡിറ്റേഷൻ ക്ലാസ്സുകളെല്ലാം അൾട്ടിമേറ്റ് കൊണ്ടുപോകുന്നത് വൈബ്രേഷൻസ് കൂട്ടാനാണ്. നിങ്ങൾ മിറാക്കിൾ മോർണിംഗ് ആയിക്കോട്ടെ, മറ്റെല്ലാ മെഡിറ്റേഷൻ, ഇന്നലെ ഇപ്പൊ ഒപ്പനൊപ്പം ചെയ്തപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ വൈബ്രേഷനാണ് കൂടിയത്. അപ്പോഴാണ് കരച്ചിലും ചൊറിച്ചിലും വിളിച്ചലും ഒക്കെ വന്ന് ഒന്നിതായി മാറിയത്. ഇതാണ് നമ്മൾ കൃത്യമായി ഇവിടെ പറഞ്ഞു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിന് താല്പര്യത്തോടെ നിങ്ങൾ നിൽക്കുക. ജീവിതം മാറാൻ തുടങ്ങും എന്നുള്ളതാണ്. മാറാൻ തുടങ്ങും, ജീവിതം മാറിയിരിക്കും എന്നുള്ളതാണ്. ഇത് വളരെ വളരെ ലളിതമായ പ്രക്രിയയാണ്. ഒരുപാട് കാര്യങ്ങളൊന്നും ചെയ്യേണ്ടതില്ല. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ലളിതമായ കാര്യമാണ്.
ലോകത്തിലുള്ള സകല വസ്തുവിലും സകല വസ്തുവും നിൽക്കുന്നത് അതിന്റെ വൈബ്രേഷനാണ്, ഫ്രീക്വൻസിയിലാണ്. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? വൈബ്രേഷനിലാണ് ഫ്രീക്വൻസി ഉള്ളത്. അപ്പൊ ഒരു വസ്തുവിലോ ഒരു ആശയത്തിലോ ഒരു മാനസികാവസ്ഥയിലോ ഒരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾക്ക് 10 രൂപ എന്ന് പറയുന്നത് വൈബ്രേഷനും, ഒരാളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് മറ്റൊരു വൈബ്രേഷനും, ഒന്നിലുള്ള വിശ്വാസം എന്ന് പറയുന്നത് മറ്റൊരു വൈബ്രേഷനും, നമുക്ക് ധൈര്യമുണ്ട് എന്ന് പറയുന്നത് ഒരു വൈബ്രേഷനും, അബൻഡൻസ് അനുഭവപ്പെടുന്നു എന്ന് പറയുന്നതും ഒരു വൈബ്രേഷനാണ്. അതേപോലെ ഭയമുണ്ട് എന്ന് പറയുന്നത് നെഗറ്റീവ് വൈബ്രേഷനും, ആശങ്കയുണ്ട് ഉള്ളത് മറ്റൊരു നെഗറ്റീവ് വൈബ്രേഷനും, ഇല്ലായ്മ അഭാവബോധം എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള വൈബ്രേഷനും, അപര്യാപ്തത എന്ന് പറയുന്നത് മറ്റു നെഗറ്റീവ് വൈബ്രേഷൻസുമാണ്. ഇങ്ങനെ പോസിറ്റീവ് നെഗറ്റീവായ വൈബ്രേഷൻസ് ആണ് എല്ലാ ഇമോഷൻസും, എല്ലാ സംഭവങ്ങളും. അപ്പോൾ നമ്മൾ 10 രൂപ ഉണ്ട് എന്ന് പറയുന്നത് 10 രൂപയുടെ വൈബ്രേഷനും, 100 രൂപ ഉണ്ട് എന്ന് പറയുന്നത് 100 രൂപയുടെ വൈബ്രേഷനും, എനിക്ക് എന്റെ വൈഫിനോട് തോന്നുന്നത് ഒരു വൈബ്രേഷനും, ഞാൻ എന്റെ ഫ്രണ്ടിനോട് തോന്നുന്ന മറ്റൊരു വൈബ്രേഷനുമാണ്. ഇതാണ് ടോട്ടലി വൈബ്രേഷൻ എന്ന് പറയുന്നത്. വളരെ ലളിതമാണ്. എന്ത് വികാരമാണോ നമ്മൾക്കുണ്ടാകുന്നത് അതിന് തത്തുല്യമായ വൈബ്രേഷനുകൾ നമ്മൾ പുറപ്പെടുവിക്കും. അപ്പം എന്ത് വേണം എന്നതിന് തത്തുല്യമായ വൈബ്രേഷൻ നമ്മൾ ഉണ്ടാക്കിയേ പറ്റുള്ളൂ. അതല്ലാതെ വൈബ്രേഷൻ വേറെ ഒരു മെത്തേഡും ഇല്ല. നമുക്ക് എന്താണോ ആവശ്യമുള്ളത്, അല്ലെങ്കിൽ എന്തോ ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ അതിന് തത്തുല്യമായ വൈബ്രേഷൻ നമ്മുടെ ബോഡി ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ വൈബ്രേഷന് നമുക്ക് നെഗറ്റീവും പോസിറ്റീവായ വൈബ്രേഷൻ ഉണ്ട്. അപ്പൊ നെഗറ്റീവായ വൈബ്രേഷനെ മാക്സിമം കുറച്ചുകൊണ്ട് പോസിറ്റീവ് വൈബ്രേഷനെ കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമ്പത്തും എല്ലാ കാര്യങ്ങളും ഉയർന്നു വരും എന്ന് പറയും. വെൽത്ത് ഈസ് നോട്ട് എ ഫിസിക്കൽ തിങ് എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക. ഇറ്റ് ഈസ് എ ഫ്രീക്വൻസി എന്നുള്ളത്. അപ്പൊ നാം സമ്പത്ത് ആകർഷിക്കാൻ തുടങ്ങുമ്പോൾ സമ്പത്തിന്റെ വൈബ്രേഷന്റെ നിരപ്പിലേക്ക് നമുക്ക് മാറേണ്ടതായി വരും. മാറണം, എങ്കിൽ മാത്രമേ അത് സംജാതമാ. അത് മാറാത്തിടത്തോളം കാലം ഈ സാധനം നമ്മളിലേക്ക് വരികയില്ല എന്നുള്ളത്. വരികയില്ല എന്ന് മാത്രമല്ല, അതിൽ നമ്മൾ എത്തുകയില്ല എന്ന് പറയേണ്ടി വരും. വരുന്നു എന്നൊന്നുമില്ല, അതവിടെ സ്ഥായിയായിട്ടുള്ള സാധനമാണ്. നമ്മൾ അതിലേക്ക് എത്തിയാൽ മതി. ഇപ്പൊ നിങ്ങൾ ഒരു കുന്നിൻ മുകളിലേക്ക് കയറുകയാണെങ്കിൽ, നിങ്ങൾ ഒരു കുന്നിൻ മുകളിൽ, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് നമുക്ക് ഇങ്ങനെ പറയാം, കുന്നിൻ മുകളില് നിങ്ങൾക്ക് കൈതച്ചക്കയോ മറ്റോ പഴുത്ത് കിടക്കുന്നുണ്ടെന്ന് കരുതിക്കോ. നിങ്ങൾ താഴെ നിന്നിട്ട് കൈതച്ചക്ക പഴുത്തിട്ടുണ്ടെന്ന് താഴെ നിന്ന് പറഞ്ഞാൽ ഈ കിട്ടുമോ? നിങ്ങൾ കുന്നിൻ മുകളിൽ കയറിയല്ലേ പറ്റും, അത് ഇങ്ങോട്ട് ഇനി വരില്ലല്ലോ. അതേപോലത്തെയാണ് ഇതൊക്കെ അവിടെ ഇവിടെ കിടക്കുന്നുണ്ട്. 1000 ലക്ഷം 10,000 കോടി ഇതൊക്കെ അവിടെ കിടക്കുന്നുണ്ട്. അതെല്ലാം അതിന്റെ സ്ഥാനത്തുണ്ട്. നമ്മൾ അതിലേക്ക് എത്തണം. എങ്ങനെ? വൈബ്രേഷൻ കൊണ്ടെത്തണം. ഫിസിക്കൽ നടന്നിട്ട് എത്തൂല. ഫിസിക്കൽ അല്ല ഈ സാധനം. വെൽത്ത് എന്ന് പറയുന്നത് ഒരിക്കലും ഫിസിക്കലായിട്ട് സംഭവമേ അല്ല. ഒരിക്കലും അതിന് ഫിസിക്കാലിറ്റി ഇല്ല. ഫിസിക്കൽ എന്ന് കാണുന്നത് ഒരു SMS ആവാം, ഒരു സ്റ്റേറ്റ്മെന്റിലാവാം, ഒരു നോട്ടിലാവാം. ഇത്രമാത്രം ഫിസിക്കൽ ഉള്ളൂ അതിനകത്ത്. പക്ഷെ അതെല്ലാം അകത്തുള്ള ഫീലിങ്സ് ആണ്. ഈ ഫീലിങ്സിലേക്ക് നമ്മൾ വരാൻ നിൽക്കുമ്പോൾ ഇതെല്ലാം മതി. നമ്മൾ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ എന്റെ പിറകിലിരിക്കുന്ന ഈ അലമാര, ഇത് വൈബ്രേഷൻ കൊണ്ട് ഇപ്പൊ ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ടാകുന്നു. ഇതാണ് ഇതിന്റെ ഗുണം. എന്നെ കാണുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രത്യേക വൈബ്രേഷൻ ഉണ്ടാവുന്നു, ഒരു എനർജി ഫീൽ ചെയ്യുന്നു. ഇതാണ് വൈബ്രേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇതേപോലെ ഞാനിവിടെ എടുത്തിട്ട് ഇങ്ങനെ കരയാൻ തുടങ്ങിയാൽ നിങ്ങൾ എല്ലാവരും ആ വൈബ്രേഷനിലേക്ക് വരും, എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ. അപ്പൊ മുമ്പിലിരിക്കുന്ന ആളോ നമ്മൾ എന്തിനോടാണോ ശ്രദ്ധിക്കുന്നത് ആ വൈബ്രേഷൻ നമ്മളിൽ സെറ്റ് ആവുന്നുള്ളതാണ്. ഇത് വളരെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ്. ഇതിൽ പ്രത്യേകിച്ച് ഇന്നത് ചെയ്യണമെന്നൊന്നും പറയാൻ പറ്റില്ല. നമ്മൾ ചെയ്യേണ്ടത് പ്രധാനപ്പെട്ട കാര്യമാണ് പോസിറ്റീവ് തോട്ട്സ് എന്ന് പറയുന്നത്. എഴുതി വെച്ചോളൂ. പ്രത്യേകിച്ച് നിങ്ങൾ എഴുതി വെക്കേണ്ട ആവശ്യമില്ല. യൂട്യൂബ് വീഡിയോ കാണുന്നവർ എഴുതി വെക്കേണ്ട കാര്യം, മറ്റുള്ളത് നിങ്ങളെല്ലാം സ്ഥിരം പ്രാക്ടീസ് ചെയ്യുന്ന കാര്യമാണ്. ഒന്നാമത്തെ കാര്യം പോസിറ്റീവ് തോട്ട്സ്. അപ്പൊ ആൾക്കാർ ചോദിക്കും, സാറേ ഇതെങ്ങനെ പോസിറ്റീവ് തോട്ട്സ് കൊണ്ടുവരും? നിങ്ങളായിട്ട് കൊണ്ടുവരണ്ട, നിങ്ങൾ അതിലേക്ക് ശ്രദ്ധിച്ചാൽ മതി, ഓട്ടോമാറ്റിക് വന്നോളും. ശുഭാപ്തി വിശ്വാസവും ശുഭചിന്തകളും നമ്മൾ പോയി പിടിച്ചുകൊണ്ടുവരുന്ന സാധനമല്ല. അത് പുറത്തെവിടെയെങ്കിലും കിട്ടുന്ന സാധനമല്ല. സിന്ധുവിനോട് വിളിച്ചിട്ട് സിന്ധു 1 കിലോ ശുഭാപ്തി വിശ്വാസം അയക്കെന്ന് പറഞ്ഞ് സിന്ധുവിനെ അയച്ചു തരാൻ പറ്റൊന്നുമില്ല. അത് എനിക്ക് ഫീൽ ചെയ്യണം. എങ്ങനെ ഫീൽ ചെയ്യണം? ഞാൻ അതിലേക്ക് ശ്രദ്ധിക്കണം. ഞാൻ ഏത് കാര്യം കാണുമ്പോൾ, നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ബാക്കിലേക്ക് അലിമാര കാണുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പൊ ചിന്തിക്കാം, ഓ എത്ര കള്ളികളാണ് എം ടി ആയിട്ട് കിടക്കുന്നത്, ഇതൊന്നും വെച്ചില്ലല്ലോ എന്ന് പറയുന്നത് നെഗറ്റീവ് തോട്ട്സും, നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന പുസ്തകം നോക്കിയിട്ട് ബാക്കി എത്ര കള്ളിയിൽ പുസ്തകം ഉണ്ട് എന്ന് നോക്കുന്നതും പോസിറ്റീവ് തോട്ട്സുമാണ്. ഇതാണ് ശുഭാപ്തി വിശ്വാസം. എന്താണോ ഇല്ലായ്മയെ പറ്റി ചിന്തിക്കുന്നത് അത് നെഗറ്റീവും, ഉള്ളതിനെ പറ്റി ചിന്തിക്കുന്നത് പോസിറ്റീവും. ഇതിലേത് ചിന്തിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ ഇത്രയേ ഉള്ളൂ. വലിയ സംഭവങ്ങളൊന്നും നിങ്ങളെ പറ്റി ആക്കണ്ട. ഈ കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ സംഭവം കിട്ടും.
പോസിറ്റീവായിട്ടുള്ള കാര്യം. പിന്നെ ആ പോസിറ്റീവായി ആകാൻ പറ്റുന്നില്ലേ, ആ മാനസികാവസ്ഥയിൽ എത്താൻ പറ്റുന്നില്ലേ, അതിന് ആണ് നമ്മൾ സന്തോഷത്തിനുള്ള 5 താക്കോലുകളെ പറ്റിയിട്ട് ജേർണി ടു ഹാപ്പിനെസ് കൃത്യമായി പഠിപ്പിക്കുന്നത്. അത് പ്രാക്ടീസ് ചെയ്തെടുക്കുക, മെഡിറ്റേഷൻ കൃത്യമായി കൊണ്ടുപോകുക, കൃതജ്ഞത എപ്പോഴും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക, അവനവനെ സ്നേഹിക്കുക. അതിനപ്പുറത്തേക്കുള്ള ഒരു കാര്യവും ലോകത്തില്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് അവനവനെ സ്നേഹിക്കാൻ തുടങ്ങുന്നതാണ്. അവനവനെ സ്നേഹിക്കാത്ത ഒരാൾക്ക് ഒരിക്കലും വൈബ്രേഷൻ ഉയർത്താൻ സാധിക്കും. കാരണം എന്താണെന്നറിയോ, ഈ വൈബ്രേഷൻ ഉണ്ടാവേണ്ടത് ഇതിനകത്താണ്. നമ്മൾ നമ്മളെ പറ്റി നെഗറ്റീവ് പറയുന്നതെങ്കിൽ ഇതിങ്ങനെ കുറഞ്ഞു 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 പോയി. ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്ന പുതിയതായിട്ട് പറയുന്ന അറിവുകളൊന്നും നിങ്ങൾക്കെല്ലാം പ്രാക്ടീസ് ചെയ്തെടുത്താണ്. പക്ഷേ ഈ പറയുന്നതൊക്കെ യൂട്യൂബിൽ പുതിയ പുതിയ കേൾക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വൈബ്രേഷൻ ഉയർത്തു എങ്കിൽ മാത്രമാണ് ജീവിതം സന്തോഷകരമായി കൊണ്ടുപോകാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ മുഴുവൻ ചെയ്യുന്ന കോഴ്സുകളെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇനിയിപ്പോൾ ഇതിനു വേണ്ടി മാത്രമായിട്ടൊരു കോഴ്സ് വേണോ, അതും നമുക്ക് ചെയ്യാം. ഇന്ന് 2-3 ആൾക്കാർ എന്നോട് ചോദിച്ചു, സാറേ വൈബ്രേഷൻ ഉയർത്താനായിട്ട് മാത്രമായിട്ടൊരു കോഴ്സ് തരുമോ എന്ന് പറഞ്ഞു. കാരണം വെച്ചാല് ബാക്കിയെല്ലാം പഠിച്ച് സമയം കുറേ ഇല്ല, കുറേ കോഴ്സുകളൊക്കെ പഠിച്ചു, പക്ഷേ ഇത് ഉയർന്നില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് പറഞ്ഞത്രേ ഉള്ളൂ. അപ്പം അങ്ങനെ ഒരു പർട്ടിക്കുലർ തിങ്സ് അല്ല, പക്ഷേ ചെയ്യാൻ പറ്റും. ഇതെല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് ഒരു 7 ദിവസത്തെ കണ്ടിന്യൂസ് പ്രോസസ്സ് കൊണ്ട് നമുക്ക് വൈബ്രേഷൻ ഉയർത്താൻ പറ്റും. വെറും 1 മണിക്കൂർ ഒരു ദിവസം നിങ്ങൾ മാറ്റി വെച്ചാൽ മതി, ഞാൻ ഉയർത്തി കാണിച്ചാൽ എവിടേക്കാണോ എത്തേണ്ടത് അവിടേക്ക് എത്താൻ പറ്റും. അത് ആരോഗ്യകരമായ മാറ്റം വേണം, ബന്ധങ്ങളിൽ വേണം, നമ്മളെ പോസിറ്റീവ് തോട്ട്സിൽ വേണം, ശുഭാപ്തി വിശ്വാസത്തിൽ വേണം, അതുപോലെ തന്നെ നമ്മുടെ ധ്യാനത്തിലും കൃതജ്ഞത ജേർണൽ ഇതൊക്കെ ഉള്ളതിനകത്ത് വേണം. ഇത് ഞാൻ വളരെ കൃത്യമായി പറഞ്ഞ പല ആൾക്കാർ ചോദിച്ചുകൊണ്ടാണ് ഞാനിപ്പോ പറഞ്ഞത്. ഞാൻ എല്ലാ കോഴ്സുകളും അതിലേക്കാണ് മുന്നോട്ട് പോകുന്നത്. പിന്നെ അത് മാത്രമായിട്ട് എക്സ്ട്രാക്ട് ചെയ്തിട്ട് ഒരു ഇതാക്കി തരണമെങ്കിൽ അതും തയ്യാറാണ്, അതും കുഴപ്പമില്ല. പക്ഷെ നിങ്ങൾക്ക് ഒറ്റ കണ്ടീഷൻ മാത്രമേ ഉള്ളൂ. ഞാൻ വീണ്ടും നിങ്ങളോട് എപ്പോഴും പറയുന്ന പോലെ വീണ്ടും വീണ്ടും പറയുന്നു, എനിക്ക് എന്ത് നിങ്ങൾക്ക് തരാൻ, ഞാൻ എത്ര മണിക്കൂർ വേണമെങ്കിലും. ഇപ്പൊ ഞാൻ ഉറങ്ങുന്നത് 5 മണിക്കൂറാണ്. അത് ഞാൻ കുറച്ച് 5 മണിക്കൂർ കൃത്യമായിട്ടില്ല, 11 മണിക്ക് കിടന്നാൽ 3:30 മണിക്കായിരുന്നു, 3:10 എഴുന്നേക്കും. അപ്പൊ എത്ര മണിക്കൂർ വരും? ഇതാണ് ഇപ്പോഴുള്ള ഉറക്കം. വേണമെങ്കിൽ അതും കുറച്ചിട്ട് ബാക്കി സമയം കൂടി നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. ലാഹരി ഗുരുവിന്റെ പോലെയൊക്കെ ഉറക്കമില്ലാതിരിക്കാൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ മാനേജ് ചെയ്തു. പക്ഷേ ഒരു കണ്ടീഷൻ, നിങ്ങൾ മാറുമെന്ന് നിങ്ങൾ എനിക്ക് വാക്ക് തന്നാൽ ഞാൻ കൂടുതൽ സമയം നിങ്ങൾക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാൻ തയ്യാറാണ്. അതിൽ ഒരു തർക്കം, ഒരു വിഷയമില്ല. എനിക്ക് അതിനകത്ത് യാതൊരു ഇതുമില്ല. ഇതിന് വേണ്ടി മാത്രമാണോ ഞാൻ ക്ലാസ് എടുക്കാനും പഠിപ്പിച്ചാനൊക്കെ തയ്യാറാണ്. നിങ്ങൾ അതിനകത്ത് എത്ര ഫീസ് എത്ര ഒന്നും അല്ല വിഷയം. നിങ്ങൾ മാറും, നിങ്ങൾക്ക് മാറാൻ പറ്റാത്തവരായിട്ട് ആരുമില്ല ലോകത്ത്. ഓരോ മനുഷ്യനും അവനവന്റെ ജീവിതത്തിന്റെ ശില്പി നിർമ്മാതാവുമാണ്. മാറാൻ പറ്റാത്ത ഒരു ബ്രെയിനും ഈ ലോകത്തില്ല. പണ്ട് പറയായിരുന്നു, ന്യൂറോപ്ലാസ്റ്റിസിറ്റി ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് പറയായിരുന്നു, ഒരു സമയം കഴിഞ്ഞാൽ ബ്രെയിൻ പിന്നെ ഗ്രോ ആവില്ല എന്നായിരുന്നു. 21 വയസ്സ് കഴിഞ്ഞാൽ ഗ്രോ ആവില്ല എന്നൊക്കെയായിരുന്നു പണ്ടത്തെ തിയറി. അതൊക്കെ മാറി ഇപ്പോ അതൊക്കെ മാറി. ബ്രെയിൻ ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു. 99-ാമത്തെ വയസ്സിലും 102-ാമത്തെ വയസ്സിലും അടക്കം നമുക്ക് പുതിയ കാര്യം പഠിക്കാൻ പറ്റും, പുതിയ കാര്യം പ്രാവർത്തികമാക്കാൻ പറ്റും. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ ഇപ്പൊ ഈ ക്ലാസ്സിൽ പറഞ്ഞതാക്കുന്നില്ല. ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ചെയ്യേണ്ട ഇത്ര പോസിറ്റീവ് കുറച്ച് ദിനചര്യയിൽ മാറ്റം വരുത്തിയാൽ മതി. നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന ദിനചര്യയിൽ നിന്ന് ബോധപൂർവമായ മാറ്റത്തിന് തയ്യാറായാൽ മാത്രം മതി. അത് നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ട് അതിന് ദിനചര്യ ഉണ്ടാക്കി തരണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അതായിട്ടൊരു കോഴ്സ് ആക്കി തരണോ, നിങ്ങൾക്ക് നിങ്ങളുടെ ചോയ്സാണ്. ഞാൻ വിട്ടു തന്നിരിക്കുന്നു. പറഞ്ഞാൽ ഞാനത് ചെയ്തു തരാം. പറഞ്ഞാൽ ഞാൻ അതും ചെയ്തു തരാം. നിങ്ങൾ അഡ്മിനെ വിളിച്ച് പറഞ്ഞു എത്ര പേർക്ക് വേണം, അവരെയൊക്കെ കൂട്ടിയിരുന്നു കൊണ്ട് ഞാനൊരു കോഴ്സ് അതിനുവേണ്ടി ഡിസൈൻ ചെയ്തു തരാം. അത് നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോ ഞാനായിട്ട് കോഴ്സ് ഉണ്ടാക്കിയിട്ട് അങ്ങ് ഇത് വാങ്ങിക്കുന്നു പറയാൻ എനിക്ക് അതിനായിട്ട് എനിക്ക് സമയമില്ല. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ് അറിയിക്കാനുള്ളത്. അപ്പോ കൃത്യമായിട്ടും മനസ്സിലാക്കുക, വൈബ്രേഷൻ ഉയർത്താൻ ചെറിയ ചെറിയ മാറ്റങ്ങൾ ദിവസം വരുത്തിയാൽ മതി. ആ മാറ്റങ്ങൾ നിങ്ങൾ ഉണ്ടാക്കും. വലിയ കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടൊന്നും നിങ്ങൾ തലമുണ്ടാക്കേണ്ട ആവശ്യമില്ല. നിങ്ങളിപ്പോ എല്ലാ ദിവസമൊക്കെ ക്ലാസ്സിൽ കയറിയിരിക്കുന്നില്ലേ, കുറേ കാര്യങ്ങൾ ഞാൻ പറയുന്നുണ്ടല്ലേ. ഇതെല്ലാം ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല കേട്ടോ. അതുകൊണ്ട് ഇതെല്ലാം അറിവ് സമ്പാദിക്കാൻ നിങ്ങൾക്ക് ഇതെല്ലാം കണ്ടുള്ളൂ. ഇതെല്ലാം അപ്ലൈ ചെയ്യാൻ നിന്നാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അത്രയൊന്നും നിങ്ങളുടെ ബ്രെയിൻ എടുക്കില്ല. ഞാനിങ്ങനെ ഓരോ വ്യത്യസ്തമായ ആൾക്കാർക്ക് വേണ്ടിയിട്ടായി പറയുന്നത്. നിങ്ങൾക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുക. ഇത് എന്റെ സാധനം, എന്റെ കുഞ്ഞാണ്, ഞാൻ ഇതിനെ വളർത്തുന്നു പറഞ്ഞാൽ അങ്ങ് കയറി പൊക്കോളാം. അതിൽ തന്നെ നിന്നാൽ മതി. അല്ലെങ്കിൽ എന്താ ഷിഫ്റ്റ് ആയിക്കൊണ്ടേയിരിക്കും. ഒരു സാധനത്തെ പിടിച്ചോളാം, അതിൽ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് എങ്ങനെ പോകും. ഒറ്റ കാര്യം, അത് 100% റിസൾട്ട് കൊടുത്താൽ മതി. ഒരുപാട് ആൾക്കാർ ഇവിടെ റിസൾട്ട് കാണിക്കാൻ പറ്റും. ഇവിടെ വന്നിരുന്നതിന് ശേഷം
വാ തുറക്കാത്ത ആൾക്കാര്, അല്ലെങ്കിൽ മുഖത്ത് രക്തഓട്ടമില്ലാത്ത ആൾക്കാര് നമ്മുടെ ഫ്രീ സെഷനിൽ മാത്രം വന്നിരുന്നിട്ട് എത്രത്തോളം സന്തോഷത്തെ മുഖത്തോടാണ് 1-2 മാസം കൊണ്ട് ഇരിക്കുന്നത് എന്ന് മാത്രം നിങ്ങൾ ചിന്തിച്ചാൽ മതി. നിങ്ങൾക്ക് തന്നെ കാണാമല്ലോ ഇരിക്കുന്ന ആൾക്കാരല്ലേ. ഫീമെന്റ് വന്നിട്ട് ഫീസ് വന്നിട്ട് വന്നവരൊന്നും അല്ല, അവർ വന്നവരുണ്ട്, വരാത്തവരുണ്ട്. അതിനെ നിങ്ങൾ കേൾക്കുന്നതിനെ അകത്തോട്ട് എടുത്തു കഴിഞ്ഞാൽ മാറ്റം, അകത്തോട്ട് എടുക്കാതെ നിന്ന് കഴിഞ്ഞാൽ മാറ്റം വരില്ല. അകത്തോട്ട് എടുക്കണമെങ്കിൽ ബോധപൂർവമായ ഒരു നടപടിക്ക് നിങ്ങൾ തയ്യാറാണ്. അപ്പോൾ അങ്ങനെ ആവശ്യമുള്ളവർ നിങ്ങൾ കമന്റ് ചെയ്തോളൂ, നിങ്ങൾ അഡ്മിനെ വിളിച്ച് പറഞ്ഞോളൂ നിങ്ങൾക്ക് അങ്ങനെ ആവശ്യമുള്ള, അല്ലെങ്കിൽ ഇവിടെ ഇരിക്കൂ. അത് മാത്രമായിട്ട് വേണ്ട, ഇങ്ങനെ നോർമലായിട്ട് നമ്മളെല്ലാം പഠിച്ചോളെങ്കിൽ നിങ്ങൾ പഠിച്ചോളൂ. ഞാനിത് പറഞ്ഞ് പഠിപ്പിച്ചോണ്ടേ ഇരിക്കും, എനിക്ക് കുഴപ്പമില്ല. ഐ എം ഓക്കെ വിത്ത് ദാറ്റ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഇനിയെല്ലാം നിങ്ങൾ ഹാപ്പിനെസ് മാസ്റ്റർ വേറൊരു ഗുഡ് ന്യൂസും കൂടി വരുന്നുണ്ട്. അത് ഞാൻ ഓഗസ്റ്റ് 17-ാം തീയതി അവിടെ അനൗൺസ് ചെയ്യാം. ഞങ്ങൾ അടുത്തൊരു വലിയൊരു മൂവ്മെന്റ്സ് നടത്താൻ പോവാണ്. നിങ്ങളെല്ലാവരും ചേർത്ത് കൊണ്ടിട്ട് ഇനി ഹാപ്പിനെസ് മാസ്റ്റർ ഞാൻ ഇനി ഒറ്റക്കല്ല, നിങ്ങളെല്ലാവരും ചേരുമ്പോൾ മാത്രമേ അതുള്ളൂ. നിങ്ങളെല്ലാവരും എൻ്റെ ഭാഗമാണ്. അതെല്ലാവരും കൂടെ നിൽക്കുക. നിങ്ങൾ എത്ര ഉയർന്നു അത്രയും ഹാപ്പിനെസ് മാസ്റ്റർ നമുക്ക് ഉയർത്താം. അതിനകത്ത് നിങ്ങൾ ഒട്ടും പേടിക്കേണ്ട. കാരണം ഞാൻ ഒരാളെയും ഇവിടുന്ന് ഒഴിവാക്കില്ല. ഒരാളെയും നമ്മൾ ഇവിടുന്ന് ജീവിതത്തിൽ, എൻ്റെ ജീവിതത്തിൽ നിന്ന് ഞാൻ എന്നെ പരിചയപ്പെട്ട ഒരാളെ ഞാൻ മാറ്റി നിർത്തില്ല. അത് എത്ര നല്ലവനായാലും മോശവനായാലും ഒരേപോലെ. കാരണം എന്താണെന്നറിയോ, ഒരാളും മനഃപൂർവ്വം മോശമാവാറില്ലല്ലോ. എല്ലാവർക്കും നന്നാവണം എന്ന് മാത്രമേ ആഗ്രഹമുള്ളൂ. ഒരാൾ മോശമാണെങ്കിൽ നമ്മൾ അയാൾ ഒഴിവാക്കിയ പിന്നെ അർത്ഥം എന്താണ്? അയാളെയും കൂടെ ചേർത്ത് കൊടുക്കും. എന്താണെന്നറിയോ, പറഞ്ഞാലും മനസ്സിലാവും, മാറും, ഒരു സംശയമില്ല. അതുകൊണ്ട് നിങ്ങൾ ആരും തോന്നരുത് കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസം ക്ലാസ് എടുത്തിട്ട് പൊയ്ക്കളയാം, 1 മാസത്തെ ഒരു കോഴ്സ് എടുത്തിട്ട് പിന്നെ പൊയ്ക്കളയാം. നിങ്ങൾ പോകും, നിങ്ങളുടെ ചോയ്സാണ്. ഞങ്ങളായിട്ട് നിങ്ങളൊന്നും വരരുത്, നിർത്തരുത്, നിങ്ങളെ കഴിഞ്ഞു എന്നൊന്നും പറയില്ല. നമ്മൾ എത്ര കാലം വേണം. ഞാൻ എന്തായാലും ഒരു കാര്യം തീരുമാനിച്ചിട്ട്, തിരിച്ചു പോകണല്ലോ, വിസ വന്നിട്ട് തിരിച്ചു പോകണല്ലോ, തിരിച്ചു പോകുന്ന ദിവസം വരെ ഞാനിവിടെ ഉണ്ടാവും, ആക്റ്റീവായിട്ടുണ്ടാവും. എത്രക്കാർക്ക് എൻ്റെ മുമ്പേ പോകുന്നവർ എത്ര പേരുണ്ട് അവർ പൊക്കോളും, എൻ്റെ പിറകെ പോകാൻ എത്ര പേരുണ്ട് അവരും തയ്യാറായിക്കൊണ്ടിരുന്നാലും നമ്മൾ ഇവിടെ ഉണ്ടാവും, അത് കഴിഞ്ഞാലും ഉണ്ടാവും. അപ്പൊ ഹാപ്പിനെസ് മാസ്റ്ററുടെ കൂടെ ചേർന്ന് പോകാൻ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഓഗസ്റ്റ് 17-ാം തീയതി ഒരു പുതിയൊരു അനൗൺസ്മെന്റ് വരുന്നുണ്ട്. അത് ലൈഫ് ലോങ് ഉള്ള പോക്കിന് വേണ്ടിയിട്ടുള്ളതാണ്. റെഡി ആയിക്കോളൂ. പിന്നെ ഒരു കാര്യം പറയാം, ഓഗസ്റ്റ് 17-ാം തീയതി നിങ്ങൾ മറക്കണ്ട. മറ്റു കാര്യങ്ങളൊക്കെ പോലെ നമുക്ക് ക്ലാസ്സിൽ നമുക്ക് പറയാം, സംസാരിക്കാം. എല്ലാവരും ഒരു റിക്വസ്റ്റും കൂടി നിങ്ങളോട് യൂട്യൂബ് വീഡിയോ കാണുന്നവരുടെ എല്ലാവരും റിക്വസ്റ്റും കൂടി വരികയാണ്. നമ്മൾ ഒരു 100,000 ഈ മാസം ക്രോസ് ചെയ്യണം എന്നുള്ളൊരു മാനിഫെസ്റ്റേഷനിലാണുള്ളത്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഏതാണ് നമുക്കിപ്പോ 87.3,000 ആണ് നമുക്ക് സബ്സ്ക്രിപ്ഷൻ ഉള്ളത്. അപ്പൊ അതൊന്ന് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞവർക്ക് അയച്ചു കൊടുത്ത് നമ്മുടെ ഈ വീഡിയോസ് ഇപ്പൊ കാണുന്നവരുണ്ട്, നമ്മുടെ ഈ സെഷൻ വീഡിയോസ് ഒന്ന് മൊബൈൽ സ്റ്റാറ്റസ് വെച്ചിട്ട് എല്ലാവരും എത്താൻ വേണ്ടി പ്രവർത്തിക്കണം. അതുപോലെ തന്നെ യൂട്യൂബ് വീഡിയോ കാണുന്നവരോട് റിക്വസ്റ്റ് ആണ്, നമ്മൾ ഇതിനൊക്കെ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യൂ അങ്ങനെ ചെയ്യുമെന്ന് പറയുന്നത് വളരെ കുറവാണ്. എന്നാലും എന്നിട്ട് തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നത്. എന്നാൽ 60% ആൾക്കാരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. അതുകൊണ്ട് യൂട്യൂബ് വീഡിയോ കാണുന്നവരുടെ റിക്വസ്റ്റ് ആണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും രാവിലെ 7 മണിക്കാണ് നമ്മുടെ ക്ലാസ് വരുന്നത്. 7 മണിക്ക് ക്ലാസ് വരും എന്നുള്ളതാണ്. 7 മണിക്ക് ക്ലാസ് വരും. അന്ന് കല്യാണം ഉണ്ടെങ്കിൽ സന്തോഷം, കല്യാണത്തിന് പോയിട്ട് വരും. കല്യാണത്തിനേക്കാളും ബെസ്റ്റ് കാര്യമല്ലല്ലോ, കല്യാണം നടക്കട്ടെ, സന്തോഷം. അപ്പോ സന്തോഷത്തോടു കൂടി വെക്കണം ഓക്കെ. അപ്പോ ഇന്നത്തെ ക്ലാസ് ഞാൻ ഇവിടെ അവസാനിപ്പിക്കുന്നു. സന്തോഷപൂർവ്വം നാളെ രാവിലെ നമുക്ക് യോഗ മെഡിറ്റേഷനിൽ കാണാം. അത് പറഞ്ഞപ്പോഴാണ് പുതിയതായിട്ട് യോഗയിലേക്ക് ആൾക്കാരെ ആരും ചേർത്തിട്ടില്ല നമ്മളല്ലേ. യോഗ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ഫ്രീ ക്ലാസ്സുകൾ ഒന്നേ തന്നിട്ടുള്ളൂ. ഇന്നോ നാളെയോ മറ്റന്നാളോ നിങ്ങൾക്ക് ഒരു യോഗ ഫ്രീ സെഷൻസ് ഉണ്ടായിരിക്കും. ചിലപ്പോ ലൈവായിട്ട് ഫ്രീ സെഷൻസ് ഇല്ലെങ്കിലും വീഡിയോ ആയിട്ട് പുതിയ യൂട്യൂബ് വീഡിയോ കാണുന്നവർക്കൊക്കെ യോഗയുടെ ഫ്രീ വീഡിയോസ്, ഫ്രീ സെഷൻസ് ഇനി മുതൽ ഉണ്ടായിരിക്കും. കുറച്ചായിട്ട് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. നമ്മളെ ടീച്ചർക്ക് അത്രയും സമയപരിമിതി ഇല്ലാത്തതുകൊണ്ടാണ് ഫ്രീ സെഷൻസ് എടുക്കാത്തത്. എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും 2 നേരം ക്ലാസ് എടുക്കുന്നുണ്ട് അവര്. അപ്പൊ ആ ക്ലാസ്സിന് നേരെ കൊണ്ട് ഞാൻ ഫ്രീ സെഷനിലേക്ക് ആക്കുന്നില്ല എന്ന് എഴുതിയിട്ടാണ് പബ്ലിക്കിനുള്ള ക്ലാസ് ഇടാത്തത്. ചിലപ്പോൾ ആ വീഡിയോ തന്നെ നമുക്ക് കുറച്ചും കൂടി പബ്ലിക്കും കൂടി തരുന്നുണ്ട്. കാരണം നിങ്ങൾ പൈസ തന്ന് ക്ലാസ്സിൽ വരാൻ സാധിക്കാത്തവർക്കും ഇത് പഠിക്കണമല്ലോ. അതുകൊണ്ട് അതും കൂടി നമ്മൾ ഒരേ സമയത്ത് കൺസിഡർ ചെയ്യുന്നുണ്ട്. സമയപരിമിതി കൊണ്ടാണ് എനിക്കത് എഡിറ്റ് ചെയ്ത് അയക്കാനുള്ള സമയപരിമിതി കൊണ്ടാണ് ഇടാത്തത്. ചിലപ്പോൾ ഇന്നോ നാളെയൊക്കെ ഇടും എന്ന് കരുതുന്നു. അപ്പൊ എല്ലാവരോടും സന്തോഷത്തോടു കൂടി ഇന്നത്തെ ദിവസം വിടവാങ്ങുന്നു. ഞാൻ പറഞ്ഞ മനസ്സിലായല്ലോ, എപ്പോഴും പോസിറ്റീവ് ആയിരിക്കുക.
എന്നതാണ് പരമപ്രധാനമായി വൈബ്രേഷൻ ഉയർത്താനുള്ള ഒന്നാമത്തെ കാര്യം. മറ്റതെല്ലാം ദിനചര്യയുടെ ഭാഗമാക്കി മാറ്റുന്നതാണ്. അതിന് ഒറ്റ വാക്കിൽ പറയുന്നതല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട ക്ലാസ്സുകളിൽ പോകാം, ഇല്ലെങ്കിൽ ഓരോ ക്ലാസ്സുകൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് പഠിപ്പിച്ചു. എന്ത് ഡീറ്റെയിൽസ് ആയിട്ട് പറയാത്ത വെച്ചാൽ നമുക്ക് ലൈഫ് സക്സസിന്റെ ക്ലാസ് ഉണ്ട്. പിന്നെ എനിക്ക് ചെറിയൊരു അസൗകര്യം വീട്ടിനകത്ത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ സന്തോഷത്തോടെ എല്ലാവർക്കും നന്ദി. ഓക്കെ, ആർക്കും ഹാപ്പി ന്യൂസ് ആരോ പറയാണ്ടെന്ന് പറഞ്ഞു, ഒന്ന് അത് കേട്ടിട്ട് പോകുന്നതായിരിക്കും നല്ലതാണ്. ബിന്ദു ഹാപ്പി ന്യൂസ് പറയേണ്ടത് പറഞ്ഞു കേട്ടോ, ഞാനത് മറന്നുപോയി ക്ലാസ് എടുക്കാൻ തുടങ്ങും കേട്ടോ. ഒന്ന് ബിന്ദു എന്ന് പറഞ്ഞേ, ബിന്ദു ഒരാൾ മാത്രം കേട്ടോ. ബിന്ദു. ഹലോ സർ. ബിന്ദു പറഞ്ഞു. ഗുഡ് സർ, നമസ്തേ സർ. ഞാൻ ബിന്ദു, കണ്ണൂരി, ഹൈദരാബാദ്. നിങ്ങളാണോ? അയ്യോ മാഡം, ഒന്നുകൂടി അൺമ്യൂട്ട് ചെയ്ത്, ഒന്നുകൂടി അൺമ്യൂട്ട് ആയി. സർ നമസ്തേ സർ. നിങ്ങളോട് നിങ്ങൾ ഇങ്ങോട്ട് പറയുന്നതിന് മുമ്പ് എന്താ പറയാ? ഓക്കെ, നിങ്ങൾ പറഞ്ഞോളൂ, എന്റെ മനസ്സിലത് പറഞ്ഞോളൂ. സാർ, ആദ്യമായിട്ട് ഞാൻ എല്ലാവർക്കും നന്ദി പറയുകയാണ്. യൂണിവേഴ്സിനും സാറിനും ഹാപ്പിനെസ് മാസ്റ്ററി നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും. അത് മിറക്കിളിന്റെ പുറത്ത് മിറക്കിൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ മാസം ജൂൺ 24-ാം തീയതിയാണ് ഈ ഇൻസിഡന്റ് ആയത്. ഞാനത് ആദ്യം അത് ഫസ്റ്റ് കേട്ട് കഴിഞ്ഞപ്പോ പെട്ടെന്നൊരു ഇത് വന്നു. അത് കഴിഞ്ഞപ്പോ എനിക്ക് സാറ് പറഞ്ഞിട്ടുണ്ടല്ലോ, എന്ത് സംഭവിച്ചാലും അത് നമുക്കൊരു നല്ലതിനാണ്, അതിനെ തെറ്റു പറയരുത്, അതിനെ വേറെ രീതി കാണരുത്. ആ ഒരു ധൈര്യം തൊട്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെന്നു, കണ്ടു. ഞാൻ ഒട്ടും തളരാൻ പോയില്ല സാർ. ഞാൻ അത് തന്നെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. ഡോക്ടർ എന്തോന്ന് പറഞ്ഞ് അതെല്ലാം ചെയ്തു, അഡ്മിറ്റ് ചെയ്തു. ഞാൻ വൂണ്ട് കണ്ടായിരുന്നു. അതിന്റെ 2 ദിവസം കഴിഞ്ഞപ്പോ കൈ മൊത്തം ഫുള്ള് സ്വെല്ലിങ് ആയിപ്പോയി. രാത്രി 2 മണിയായപ്പോ അവര് പറഞ്ഞു അർജന്റ് ആയിട്ട് സർജറി ചെയ്യണം, ഫേഷ്യോട്ടമി ചെയ്യണം, അകത്ത് മൊത്തം മാംസം മൊത്തം വെന്തിരിക്കുകയാണ്, അതിനകത്തെല്ലാം എടുത്ത് കളയണമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ 2 മണിക്ക് പോയി, ഞാനും എൻ്റെ മകളും കൂടെ സൈനിട്ട് ഓപ്പറേഷൻ ചെയ്ത്. അത് കഴിഞ്ഞപ്പം അതിന്റെ പിറ്റേ ദിവസം സാർ എന്നോട് വന്ന് പറഞ്ഞു 50% ഉള്ളൂ, അത് എത്രയും പെട്ടെന്ന് അത് ആംപ്യൂട്ടേഷൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇല്ല എന്ന് പറഞ്ഞു. അത് തന്നെ ഞാൻ വിശ്വസിച്ചോണ്ടിരിക്കുക, ഒരിക്കലും അങ്ങനെ സംഭവിക്കത്തില്ല. പിന്നെ പരിപൂർണ ആരോഗ്യത്തോടെ എല്ലാം എന്റെ ഹസ്ബൻഡിന്റെ ശരീരത്തിലുള്ള എല്ലാ സെല്ലുകളും പരിപൂർണ ഊർജ്ജസ്വലമാണെന്നും പറഞ്ഞ് ഞാൻ അങ്ങനെ തന്നെ മനസ്സ് വിചാരിച്ചുകൊണ്ടിരുന്നു സാർ. അങ്ങനെ ഒരു 2 ദിവസം ആന്റിബയോട്ടിക് കൊടുത്തു. 3-ാം ദിവസം വീണ്ടും തിയേറ്ററിൽ കൊണ്ടുപോയി അവര് ഡീബ്രെഡ്മെന്റ് ചെയ്തപ്പോ അവര് പറഞ്ഞു ഓൾമോസ്റ്റ് ഞങ്ങളെല്ലാം ഡെഡ് സ്കിൻ എല്ലാം എടുത്ത് കളഞ്ഞ്, ഇനി ഒന്നുമില്ല, ഇനി അതൊരു പ്ലാസ്റ്റിക് സർജനെ കാണിച്ചിട്ട് ഒന്ന് നോക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വിചാരിച്ചു. അത് കഴിഞ്ഞ് ഒരു പിറ്റേ ദിവസം ഡോക്ടർ വന്ന് എന്തുവാ പറഞ്ഞെന്നറിയാവോ? അതിനകത്ത് നമുക്ക് ഹോപ്പൊന്നുമില്ല. ഇപ്പം ഈ കൈമുട്ടിന്റെ അവിടെ വെച്ച് ആംപ്യൂട്ടേഷൻ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഇന്ന് തന്നെ, ഇല്ലെന്നുണ്ടെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ ഒരു കൈ മൊത്തം കളയേണ്ടി വരുമെന്ന് പറഞ്ഞു. അങ്ങനെയായിട്ട് ഞാൻ എൻ്റെ മോളോട് പറഞ്ഞു സാറിന് വിളിക്കാൻ പറഞ്ഞു. സാർ ഉടനെ സാർ എന്തുവാണ് അവിടെ എനിക്ക് ചെയ്തതെന്ന് എനിക്ക് അറിയത്തില്ല സാർ. സാറ് പറഞ്ഞു 1 മണിക്കൂർ 11 മിനിറ്റ്സ് ആ മെഡിറ്റേഷൻ ചെയ്യാൻ പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡിന്റെ കൈ മൊത്തം കെട്ടി വെച്ചിരിക്കുകയാണ്, ലെഫ്റ്റ് ഹാൻഡ്. എന്നിട്ട് ഞാൻ ആ ബാൻഡേജിന് ഇടവഴി ഞാൻ ആ സ്റ്റോൺ വെച്ച് കൊടുത്ത് ഞാൻ അടുത്ത് തന്നെ ഇരിക്കുകയാണ്. ഐസിയിലാണ് അന്നേരം. ഐസിയിൽ അവർ ഫോണൊന്നും അലൗഡ് ഇല്ല. ഞാൻ എങ്ങനെ എനിക്കത് വെക്കാൻ സാധിച്ചു? എൻ്റെ ബാഗിൽ തന്നെ ഫോൺ സൈലന്റ് വെച്ച് ഇത് മൊത്തം കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കേട്ടോണ്ടിരുന്ന് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു എൻ്റെ കാല് പെട്ടെന്ന് പിടിച്ചു, കാല് പിടിക്കാൻ പറഞ്ഞു. എനിക്ക് മനസ്സിലായില്ല സാറേ, ഞാൻ 2 കൈ കൊണ്ട് ഇങ്ങനെ പിടിച്ചു. എൻ്റെ കൈയും കൂടെ പിടിക്കാൻ പറഞ്ഞു. ഞാൻ ഒരു കൈ കൊണ്ട് ഈ വലത് കാല് മറ്റേ കൈ കൊണ്ട് ഇടത്ത് കൈ ഇങ്ങനെ പിടിച്ച്. അങ്ങനെ 1.25 മണിക്കൂർ മൊത്തം അത് കേട്ടു. അരമണിക്കൂറേ ഉള്ളായിരുന്നു. ഞാൻ വീണ്ടും അത് ഇട്ട് പിന്നെ 1.25 മണിക്കൂറോളം അത് കേട്ടെല്ലാം കഴിഞ്ഞപ്പോ ഞാൻ ചോദിച്ചു എന്താ എന്നോട് പിടിക്കാൻ പറഞ്ഞ എൻ്റെ കൈയും കാലും മൊത്തം വിറയ്ക്കുന്ന പോലെ തോന്നി, മൊത്തം അങ്ങ് പോകുന്ന പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പിടിക്കാൻ പറഞ്ഞെന്ന് പറഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം വീണ്ടും തിയേറ്ററിൽ കൊണ്ടുപോയി അവർ ഡീബ്രെഡ്മെന്റ് ചെയ്ത്. എന്നിട്ട് എന്നോട് പറഞ്ഞു ഓൾമോസ്റ്റ് എല്ലാം ഞാൻ സ്കിന്ന് കളഞ്ഞു, നോക്കാമെന്ന് പറഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം ഇത് കഴിഞ്ഞു 2 മണിക്കൂർ കഴിഞ്ഞപ്പോ ഉണ്ടല്ലോ സാറേ, ആ കൈ മൊത്തം അങ്ങ് നനഞ്ഞു പോയി, ഭയങ്കര സ്മെല്ല് വരുന്നു, മൊത്തം അങ്ങ് ഭയങ്കരമായിട്ട് ഡിസ്ചാർജ്, മൊത്തം സോക്കേജ് ആയിപ്പോയി 2 മണിക്കൂർ കഴിഞ്ഞുടനെ. ഞാൻ വീണ്ടും ഡോക്ടറോട് പറഞ്ഞു. ഡോക്ടർ പറഞ്ഞു 24 hours കഴിയാതെ ഇരിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ബെഡേ കിടന്ന് ഈ കയ്യെന്ന് അങ്ങ് ഒലിച്ച് താഴോട്ട് വീണോണ്ടിരിക്കുക, ഉടങ്ങിയിരിക്കാൻ പറ്റത്തില്ല. പിറ്റേ ദിവസം വന്നപ്പോഴും ഡോക്ടർ ഇത് തന്നെ പറഞ്ഞു, ഇനി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ആംപ്യൂട്ടേഷൻ ചെയ്യാമെന്ന്.
അങ്ങനെ പറഞ്ഞ് മൂന്നാമത്തെ ദിവസം ഉണ്ടല്ലോ സാർ, മൂന്നാമത്തെ ദിവസവും സാർ ഇത് തന്നെ കേട്ടോണ്ടിരിക്കുക. എന്റെ ഹസ്ബൻഡിന് ആ ലാംഗ്വേജ് ശകലം ബുദ്ധിമുട്ടുണ്ട്, എങ്കിലും അത് കേട്ടോണ്ടിരിക്കുകയാണ്. കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞപ്പം പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് ഉറങ്ങിപ്പോ, അത് വെച്ച ഉടനെ ഉറങ്ങിപ്പോവാ സാർ. എത്ര വേദന പറഞ്ഞ് കാലും കൈയിട്ട് അടിക്കുന്ന സമയത്ത് ഞാൻ ഈ ഒരു റെക്കോർഡ് ആ ചെവിയിലോട്ട് വെച്ച് കൊടുത്ത് ഒരു 2 മിനിറ്റിനകം ഉറങ്ങിപ്പോകും സാർ. പിന്നെ വേദനയും പറയുന്നില്ല, ഒന്നും പറയുന്നില്ല, അത് തീരുന്നിടം വരെ. അത് സാർ എന്തുവാ സാറിന്റെ, എനിക്കറിയാം സാർ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങള് 24-ാം തീയതി തൊട്ട് 11-ാം തീയതി വരെ ICUലായിരുന്നു. അത് കഴിഞ്ഞ് 2 ദിവസം ഞങ്ങളെ വാർഡിലോട്ട് മാറ്റി ഡിസ്ചാർജ് ആകുന്നതിന്റെ തലേ ദിവസം ഞങ്ങളോട് പറഞ്ഞു, ഇന്നും കൂടെ ഞാൻ ഡ്രസ്സിങ് ചെയ്യുക, ഇത് വെട്ടാകുകയാണെങ്കിൽ ഇനി ഒന്നും പിന്നെ നിങ്ങൾ ഡിസൈഡ് ചെയ്തോളാൻ പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ആയപ്പോ കുറച്ച് മാത്രമേ ഷോക്കേജ് ഉള്ളൂ. അപ്പൊ ഞങ്ങൾക്ക് അന്ന് ഡിസ്ചാർജ് തന്ന് ഞാൻ പറഞ്ഞു ഒന്നുകൂടെ ഒന്ന് ഡ്രസ്സിങ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ അവരത് മൊത്തം മാറ്റി വീണ്ടും ഡ്രസ്സിങ് ചെയ്ത് ഞങ്ങൾ ആ ഡ്രസ്സിങ് കൊണ്ട് വീട്ടിൽ വന്നു സാർ. ഇന്നലെ ആയപ്പോ ഞാൻ 3 ദിവസമായി ഡ്രസ്സിങ് ചെയ്തിട്ട് ആ തമ്പ് ഭാഗം മാത്രം ഒന്നും നനഞ്ഞതല്ലാതെ വേറൊരു കുഴപ്പവും ഇല്ലായിരുന്നു. ഇന്നലെ ഞങ്ങളുടെ വീട്ടിൽ വെച്ച് തന്നെ അവിടുത്തെ ഡോക്ടറിന്റെ ടെക്നീഷ്യൻ വീട്ടിൽ വന്ന് ഡ്രസ്സിങ് ചെയ്ത് ഞാൻ അടുത്തുണ്ടായിരുന്നു. മൊത്തം റെഡ് കളർ സാർ. ആ കൈയുടെ വിരലെല്ലാം അങ്ങ് ബ്ലാക്ക് ആയിപ്പോയി, ഓക്സിജൻ ഇല്ലാതെ ബ്ലാക്ക് ആയിപ്പോയി. അത് ചെയ്ത് കഴിഞ്ഞപ്പോ മൊത്തം പിങ്ക് കളറായി, ചെറുതായിട്ട് മൂവ്മെന്റ് വരുന്നു, മൊത്തം റെഡ് കളറ്. അപ്പൊ ഞാൻ ആ ഡോക്ടറോട് ആ ഫോട്ടോ അയച്ചു കൊടുത്തപ്പോ അവര് പറഞ്ഞു പുതിയ സെല്ല് വരാൻ തുടങ്ങിയിട്ടുണ്ട്, കുഴപ്പമില്ല, ബെറ്റർ ദാൻ യെസ്റ്റർഡേ ഡ്രസ്സിംഗ് എന്നും പറഞ്ഞ് എനിക്ക് മെസ്സേജ് തന്നു സാർ. എനിക്ക് ഇതെല്ലാം കണ്ടുള്ള ധൈര്യവും ആ ശക്തിയും എല്ലാം കിട്ടിയ സാർ ഈ ഹാപ്പിനെസ് മെഡിറ്റേഷനാണ്. ഡോക്ടർ ഓരോന്ന് പറയുമ്പോഴും ഉണ്ടല്ലോ സാർ, എനിക്ക് സാറിന്റെ മുഖമാണ്. വെളുപ്പിന് 5:30-ക്ക് എഴുന്നേറ്റ് സാറ് കണ്ണും അടച്ച് ആ കൈവിരലിൽ ചിന്മുദ്ര പിടിച്ചോണ്ട് സാർ ഇങ്ങനെ മെഡിറ്റേഷൻ ചെയ്യുന്ന ആ ഒരു രൂപമാണ് സാർ എന്റെ മനസ്സിൽ വന്ന മൊത്തം. ഇത് എനിക്ക് എവിടെ എങ്ങനെ എത്ര നന്ദി പറഞ്ഞാലും എനിക്ക് അത് തീരത്തില്ല. യൂണിവേഴ്സിന്, സാറിന്, നമ്മുടെ ക്ലാസ്സിലുള്ള എല്ലാവർക്കും, രാധാ മാഡം ആണെങ്കിൽ എപ്പോഴും എനിക്ക് മെസ്സേജ് അയച്ച് ചോദിക്കാൻ നേരമുള്ള എങ്ങനെയുണ്ട്, പിന്നെ ഇന്നും എനിക്ക് മെസ്സേജ് അയച്ചു എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അങ്ങനെ വീട്ടിൽ വന്ന് ഇപ്പൊ കുഴപ്പമൊന്നുമില്ല സാറ്. കാലിനും കൈക്കും സർജറി ചെയ്തിട്ടുണ്ട്. അതിനി ഒരു 10 ദിവസം കഴിയുമ്പോൾ അതും മാറ്റും. എനിക്ക് ഈ ബർൺ ആയതിന്റെയാണ് ബുദ്ധിമുട്ട്. പക്ഷെ ഇന്നലത്തെ ഡ്രസ്സിങ് കണ്ടു കഴിഞ്ഞപ്പോ എനിക്ക് നല്ല ഹോപ്പായി സാറ്. സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട് അതിന്റെ ആവശ്യം വരത്തില്ല എന്നുള്ള ആ ഒരു ധൈര്യത്തിലാണ് സാർ ഇരിക്കുന്നത്. താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഞാൻ എവരിഡേ ഞാൻ മോളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. നമ്മളെല്ലാം എനിക്ക് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് എല്ലാ കാര്യങ്ങളും. അപ്പോഴെല്ലാം നമ്മൾ പരമായി പ്രാർത്ഥിച്ച്, ഇപ്പോഴും അവൾ മെസ്സേജ് അയച്ചത്, കുറച്ച് നേരത്തെ മെസ്സേജ് അയച്ചതേ ഉള്ളൂ. എനിക്ക് 100% ഉറപ്പാണ് പുള്ളി നോർമലി തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും അറിയാം. നല്ല ഹെവി ഷോക്കാണ്, അതുകൊണ്ട് ഒറ്റയടിക്ക് അതിനൊന്നും നമുക്ക് മായ്ച്ചു കളയാനൊന്നും പറ്റില്ല. ബട്ട് ബെറ്റർ, നല്ല ഞാൻ എക്സ്പെക്ട് ചെയ്തതിനേക്കാളും വലിയ ഷോക്കാണ് സംഭവിച്ചത്. സത്യം പറഞ്ഞാൽ ജീവൻ കിട്ടിയത് തന്നെ വലിയൊരു ഭാഗ്യം, വലിയ പുണ്യമാണ്. അത്രയും വലിയ ആ ഒരു ഫയറിൽ നിന്നും, ഷോക്കും ഫയറും രണ്ടും ഒന്നിച്ചാവുമ്പോൾ ഒരു അവസ്ഥ എന്തായിരിക്കും. കുഴപ്പമില്ല, ബട്ട് ഹി വിൽ റിക്കവർ. ഒരു സംശയവും വേണ്ട, ഹി വിൽ റിക്കവർ സക്സസ്ഫുള്ളി, നോ പ്രോബ്ലം. ഞാൻ എല്ലാ ദിവസവും ഋഷികയായിട്ട് എല്ലാ ദിവസവും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്. ഋഷിക ഓൾമോസ്റ്റ് ഇന്നലെയും മെസ്സേജ് അയച്ചിരുന്നു, ഇന്നും മെസ്സേജ് അയച്ചിരുന്നു, ഇടയ്ക്ക് സംസാരിച്ചോണ്ട് ഡോക്ടർമാർ എപ്പം വന്ന ഡ്രസ്സിങ് അടിച്ചാലും അവർ പറയുന്നത് നെഗറ്റീവ് ആണ്. അവരുടെ വായിൽ മാത്രമേ ഉള്ളൂ 50% കൂടുതലുണ്ട്, 50% കൂടുതലുണ്ട്. ഇല്ല ഉണ്ടെങ്കിൽ ഉണ്ട്, പക്ഷെ ആ നേരെ ഇങ്ങനെ ഈ സംഭവം ഈ ഇൻസിഡന്റ് നടക്കുമ്പോഴും പോക്കറ്റി ഉണ്ടല്ലോ സാർ. അന്ന് തൃശ്ശൂർ പ്രോഗ്രാം വന്നപ്പോ ആ പോക്കറ്റി ഉണ്ട്. അതുകൊണ്ടാണ് ഇത്ര മാത്രം. ഈ അരയ്ക്ക് മേലോട്ടൊന്നും ഇല്ല സാറ്. ഈ ഒരു കാലിനും കൈക്ക് ഈ പൊള്ളല് മാത്രമേ ഉള്ളൂ ഇച്ചിരി ഡീപ്പായിട്ടുള്ളത്. പുള്ളിയെ സംബന്ധിച്ച് വലിയ മിറാക്കിളാണ് സംഭവിച്ചത്. പക്ഷെ എനിക്ക് ഇത്രയും ധൈര്യം കിട്ടിയത് എല്ലാം ഈ ക്ലാസ്സിൽ വന്നതിന് ശേഷമാണ് സാർ. തീർച്ചയായും സാർ, അത് മിറക്കിൾ തന്നെ, അല്ലാതെ വേറെ ഒന്നുമല്ല. ഡോക്ടർമാർ വരെ ഇത്രയും പറഞ്ഞിട്ടുണ്ട്, മിറക്കിൾ മാത്രമാണ്. പിന്നെ എനിക്ക് പിടിച്ചു നിൽക്കാനുള്ള ശക്തിയും ധൈര്യം കിട്ടിയത് ഈ ഹാപ്പിനെസ് മാസ്റ്ററി വന്നതിന് ശേഷം സാർ. എപ്പോ ഡോക്ടർമാർ എന്ത് പറഞ്ഞാലും എനിക്ക് സാറിന്റെ ആ ഒരു രൂപ എന്നും രാത്രി സാർ, എന്നും പകലും രാത്രിയിലും എല്ലാം ഇത്. സോറി സാർ, ഹലോ സാർ, എന്താ പറഞ്ഞു? പെട്ടെന്ന് റിക്കവറി ആയിട്ട് വരട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് ഞാൻ ഓരോ ദിവസവും ആ പ്രാർത്ഥന.
താങ്ക് യു ഓരോ ദിവസവും താങ്ക് യു സാർ ഹൃദയത്തോട് ചേർത്ത് ഇന്നലെ വെച്ചാണ്. സാറ് നിങ്ങളുടെ 3 മുന്നേ പേരെയും ഹൃദയത്തോട് yeah, ചേർത്ത് വെച്ചതാണ്. അത് എന്നുമില്ല, മനസ്സിലാവുന്നുണ്ട് സാർ. കൂടെയുണ്ട്. ഓരോ നിമിഷം അതിന്റെ ആ ഒരു ശക്തി അറിയുന്നുണ്ട് സാർ. പിന്നെ 24-ാം തീയതി തൊട്ട് പിന്നെ എനിക്ക് ഒരു ക്ലാസ്സിലും എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല സാർ. ഇന്നലെ ഞാൻ ഹോപ്പനൊപ്പം മെഡിറ്റേഷൻ ഉണ്ടായിരുന്നു. എന്റെ ഹസ്ബൻഡും പറഞ്ഞു എനിക്ക് എന്റെ ചെവിയിലും കൂടെ വെച്ചാന്ന് പറഞ്ഞ് പുള്ളി അത് വെച്ചു. ഉറങ്ങിപ്പോയി പെട്ടെന്ന്. പക്ഷെ ഞാനേ ഉണ്ടായിരുന്നു. ഞാൻ ഉണ്ടായിരുന്നു സാർ. മെഡിറ്റേഷൻ ചെയ്യിപ്പിക്കുമ്പോൾ അതില് ഋഷിയോട് ഞാൻ പറഞ്ഞ ഒരു സിബ്ലിമൻ ആദ്യം ഞാൻ ഓപ്പൺ ആക്കി. സിബ്ലിമൻ ഓഡിയോ എന്ന് പറഞ്ഞിട്ട് വേറെ സംഭവമുണ്ട്. അത് ഞാൻ ഓണാക്കി വെക്കാം. അത് ഒരു 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ ഉണ്ടാവും. അത് വെച്ചു കൊടുത്തു കേട്ടോ. ഞാൻ ഋഷിയോട് പറയാം. ഇത് അരമണിക്കൂറേ ഉള്ളൂ സാർ. ഞാൻ അരമണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും ഞാൻ అవును సార్ ప్రాణాస్టోండి. അതില് ഞാൻ ഇന്ന് സിബ്ലിമൽ ഓഡിയോ ബെഡേ കിടക്കുന്നതുകൊണ്ട് എത്ര മണിക്കൂറായാലും അയച്ചതാ സാർ. എന്നുവെച്ചാൽ ഇപ്പൊ ബെഡേ കിടക്കുന്ന അത് തന്നെ കേട്ടോണ്ട് കിടന്നു. ഒരു കാര്യം ചെയ്യുമ്പോ നിങ്ങളുടെ ഫോൺ അങ്ങോട്ടും ഇങ്ങോട്ട് പോകുന്നുണ്ട്. വേറെ ഫോണിന്റെ ആ ഫോണിലേക്ക് ആക്കി തരാം. ഞാനിപ്പോ ഇന്നോട്ട് ഞാൻ ഡ്യൂട്ടിക്ക് പോകാൻ തുടങ്ങി സാർ. എന്റെ ഹസ്ബൻഡിന്റെ ഫോണിലോട്ട് ആക്കി തരാൻ പറ്റുമോ? ആക്കി തരാം. ഒന്ന് അവളോട് ഋഷിയോട് എനിക്ക് ഇമെയിൽ ഐഡി അയച്ചു തരാൻ പറ. ഞാൻ അതിലേക്ക് ആക്കി തരാം. എന്നിട്ട് അതിന് പറയാം സാർ. അതിൽ വേണ്ടതെല്ലാം കൊടുത്തേ. താങ്ക് യു സാർ. താങ്ക് യു സാർ. താങ്ക് യു. എനിക്കത് ഞാൻ പറയാം ഒന്നുകൂടി. മിറാക്കിൾ വിൽ ഹാപ്പൻ ദേർ. ദർ ഇസ് നോ ഡൗട്ട്. അത് ഒരു കാര്യത്തിലും ഞാൻ ഈ ഇരിക്കുന്ന ഇരുത്തത്തിനും ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്കും സത്യമുണ്ടെങ്കിൽ, ഫലമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ മിറാക്കിൾ സംഭവിച്ചിരിക്കും. ഞാൻ അത്രയും കൃത്യമായ അതിനകത്ത് കൂട്ടുകയും സാർ. ഞാൻ ഈ കാര്യം പറയുന്ന അന്ന് സാറിന്റെ വെഡിങ് ആനിവേഴ്സറി ആണ് സാർ. ആ ഒരു സിറ്റുവേഷനിൽ കൂടെ എനിക്കതിന് മറുപടി തന്നു. അതാണ് സാർ വലിയ കാര്യം. നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ എന്റെ ഹൃദയത്തിൽ ചേർത്ത് വെച്ചതാണ്. അതുകൊണ്ട് ചിലർക്ക് മറുപടി കൊടുക്കാൻ, ചിലർക്ക് മറുപടി കൊടുക്കാത്ത എന്താ അറിയോ? ആ പറയുന്ന വാക്കുകൾ മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ പലരെയും അവോയ്ഡ് ചെയ്ത് പോകുന്നത്. പക്ഷെ നിങ്ങൾ പറയുന്നത്, നിങ്ങൾ അയക്കുന്ന മെസ്സേജുകളൊക്കെ കേൾക്കുന്നുണ്ട്. അത്രയും ഇമ്പോർട്ടൻസ് വരുമ്പോൾ ഞാൻ അവിടെ പ്രതികരിക്കും. ചിലവരെ ഞാൻ അങ്ങനെ ഒന്നും പറയാറില്ല. കാരണം ചില പറയിച്ചു കഴിഞ്ഞാൽ ഒന്നും പിടികിട്ടുന്നതല്ല എന്ന അവസ്ഥയിൽ വരും. പക്ഷേ നിങ്ങളൊക്കെ ഓൾറെഡി ബിന്ദുവൊക്കെ എങ്ങനെ ഏത് അവസ്ഥയിൽ നിന്നാണ് ഏത് അവസ്ഥയിലേക്ക് ഇപ്പൊ വന്നത്, മാറിയിരുന്നത്, ഇവിടെ വന്നതെന്നുള്ള എനിക്ക് നല്ല ബോധമുള്ളതുകൊണ്ട്. എനിവേ നമുക്ക് പേഴ്സണലി സംസാരിക്കാം കേട്ടോ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഓൾ ഓഫ് യു. പറഞ്ഞോട്ടെ. താങ്ക് യു സാർ. താങ്ക് യു. വെരി ഗുഡ് നൈറ്റ്. ഒന്ന് പറഞ്ഞോട്ടെ സാർ. പറയാനുള്ള പബ്ലിക്കിൽ പറയാനുള്ളതാണെങ്കിൽ മാത്രമേ പറയാവൂ. ഞാൻ അതിന് പോയി ഇന്ന് കണ്ടിരുന്നു. അവിടെ പോയിരുന്നു. ബുധനാഴ്ച മുതൽ ചെല്ലാൻ പറഞ്ഞു. അപ്പൊ അവര് പറയുന്നത് ഇത്രയാണ്. അത് എന്റെ സ്വന്തം പോലെ നോക്കിക്കോണമെന്ന്. സാറിന്റെ അനുഗ്രഹം വേണം. തീർച്ചയായിട്ടും നമുക്ക് പറയാം. നേരിട്ട് പറയാം. റെക്കോർഡിംഗിൽ വേണ്ട പിന്നെ പറയാം. ശരി. അപ്പൊ എല്ലാവരും നമ്മളെ പ്രോഗ്രാം നടത്തും. മോന്റെ CV ശ്രദ്ധിക്കണം സാറേ. മോന്റെ CV ഞാൻ ഇട്ടിട്ടുണ്ട്.